ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 26 ആര്യൻ വിശ്വനാഥനെ വിളിച്ച് അർജുന്റെ കമ്പനിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയിച്ചു. ജാൻവിക്ക് വ്യക്തമായൊന്നും മനസ്സിലായില്ലെങ്കിലും ആര്യൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. ചില നേരം അവന്റെ കോൺഫിഡൻസും ശരീരഭാഷയും എല്ലാം കാണുമ്പോൾ ജാൻവിക്ക് തന്നെ അവനോട് സംസാരിക്കാൻ പേടി തോന്നാറുണ്ട്. കുറച്ച് സമയം കൊണ്ട് ആര്യനും ജാൻവിയും ഒരുങ്ങി ബാക്ക് സ്റ്റേജിലെത്തി. ഇവന്റ് തുടങ്ങാനായിരുന്നു. ഇഷ അവിടെ അവളുടെ ഒപ്പമുള്ള മോഡലുകളെ റെഡിയാക്കുന്ന തിരക്കിലാണ്. ജാൻവിയെയും ആര്യനെയും കണ്ടതും അവൾ പരിഹാസത്തോടെ പറഞ്ഞു, അതെ, ഇത് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇവന്റ് ആണ്. എന്നിട്ട് നിങ്ങൾ ധരിച്ചിരിക്കുന്നതോ? ഇതൊക്കെ ഇട്ട് ഇവിടെ വരാൻ ധൈര്യം കാണിച്ച നിങ്ങളെ സമ്മതിക്കണം. നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഇതുപോലൊരു ഇവന്റിന് എങ്ങനെ സെലക്ഷൻ കിട്ടിയെന്ന് തന്നെ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇഷയുടെ കൂടെ നിൽക്കുന്ന മോഡലുകൾ ആര്യനെയും ജാൻവിയെയും നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അവരൊക്കെ വളരെ മനോഹരമായ മോഡേൺ ഡിസൈനുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ജാൻവിക്ക് വീണ്ടും ടെൻഷനായി. അവളുടെ ഡിസൈനുകളെല്ലാം പഴയ സ്റ്റൈലുകൾ ആയിരുന്നെങ്കിലും എല്ലാം വളരെ യുണീക്കായിരുന്നു. പഴയകാല വസ്ത്രങ്ങളിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയാണ് അവൾ ഇത് ചെയ്തെടുത്തത്. അതിൽ ഒരു മോഡേൺ ടച്ച് കൊണ്ടുവരാനും അവൾ ശ്രമിച്ചിട്ടുണ്ട്. ആര്യൻ ഇഷയുടെ സംസാരങ്ങൾക്കൊന്നും മറുപടി നൽകാൻ പോയില്ല. ജാൻവിയുടെ വസ്ത്രങ്ങൾ ഏറ്റവും മികച്ചതാണെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ള അസൂയ കൊണ്ടാണ് ഇഷ ഇങ്ങനെയെല്ലാം പറയുന്നതെന്നും അവനറിയാം. ഇഷ ജാൻവിയുടെ കോൺഫിഡൻസ് തകർക്കാൻ നോക്കുകയാണ്. അവൾ വീണ്ടും പറഞ്ഞു, നിനക്കിപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നെങ്കിലും അറിയോ? ആദ്യം പോയി അത് പഠിച്ചിട്ട് വാ, എന്നിട്ടാവാം മത്സരമൊക്കെ. അതുകൂടെ കേട്ടതോടെ ആര്യന്റെ ക്ഷമ നശിച്ചു. അവൻ ഇഷയുടെ നേർക്ക് ദേഷ്യത്തോടെ ചാടി. നിന്റെയൊക്കെ വിചാരം എന്താ? നീ ഇടുന്നത് മാത്രമാണ് ഫാഷൻ എന്നോ? നീ ഇപ്പൊ ഈ ഇട്ടതിന് പകരം ഏതെങ്കിലും ഒരു ചാക്ക് തുന്നിക്കെട്ടി ഇട്ടാലും മതിയായിരുന്നു. അത് കേട്ടതും അവിടെ കൂടിയ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഇഷ ദേഷ്യത്തോടെ എന്തോ പറയാൻ നിന്നതും സ്റ്റേജിൽ അവളുടെ പേര് അനൗൺസ് ചെയ്തു. അവൾക്ക് കയറാൻ സമയമായി. ഇഷ ദേഷ്യത്തോടെ ആര്യനെ നോക്കിക്കൊണ്ട് അവളുടെ മോഡലുകളുമായി സ്റ്റേജിലേക്ക് നടന്നു. ഇവന്റ് ആരംഭിച്ചു. ഇഷ അവിടേക്ക് കയറിയതും എല്ലാവരും കയ്യടികളോടെ അവളെ വരവേറ്റു. അവളുടെ മോഡലുകൾ ഓരോരുത്തരായി സ്റ്റേജിലൂടെ റാമ്പ് വാക്ക് ചെയ്തു. അവളുടെ ഡിസൈനുകൾ ഒരുപാട് പ്രശംസിക്കപ്പെട്ടു. ഓരോ മോഡലുകൾ വരുമ്പോഴും വലിയ കരഘോഷം ഉയർന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ച് ബാക്ക് സ്റ്റേജിലേക്ക് തന്നെ വന്നു. എന്നിട്ട് ആര്യനെ നോക്കി അഹങ്കാരത്തോടെ പറഞ്ഞു, ഓഡിയൻസിന്റെ കയ്യടി ശബ്ദം നീ കേട്ടില്ലേ? ഇതാണ് ഫാഷൻ. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അത് കേട്ട ആര്യൻ ഉടനെ തന്നെ പറഞ്ഞു, എന്തായാലും കുറച്ചു സമയം കൂടെയല്ലേ നിന്റെ ഈ സന്തോഷം ഉണ്ടാവുള്ളൂ. അതുവരെ നീ അറിഞ്ഞ് ആഹ്ലാദിക്ക്. ശരിയെന്ന. ഇഷ ദേഷ്യത്തോടെ അവന്റെ നേരെ ചെന്നു. പക്ഷേ അപ്പോഴാണ് സ്റ്റേജിൽ ജാൻവിയുടെ പേര് അനൗൺസ് ചെയ്തത്. ആര്യനും ജാൻവിക്കും സ്റ്റേജിൽ കയറാൻ സമയമായിരുന്നു. അവർ രണ്ടുപേരും സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ആ ഹാളിൽ കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം കൈപിടിച്ച് ചിരിച്ചുകൊണ്ട് റാമ്പ് വാക്ക് ചെയ്തു. ലൈറ്റ്സുകളെല്ലാം ഓണായി. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ആളുകൾ അത്ഭുതത്തോടെ അവരെ നോക്കിക്കൊണ്ട് നിന്നു. അവർ രണ്ടുപേരുടെയും നടത്തവും അവരുടെ വസ്ത്രങ്ങളും ആ ആംബിയൻസും എല്ലാം എല്ലാവരെയും മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. ആര്യൻ ഒരു റോയൽ വൈറ്റ് കളർ ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്. അവൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ പണ്ടത്തെ കഥകളിലെ ഏതോ രാജകുമാരൻ ചരിത്ര താളുകളിൽ നിന്നും എഴുന്നേറ്റ് വരുന്നത് പോലെ ആളുകൾക്ക് തോന്നി. ജാൻവിയുടെ വസ്ത്രവും പണ്ടുകാലത്തെ ഡിസൈനുകളിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് എടുത്തതായിരുന്നു. അത്രയും ഭംഗിയുള്ള വർക്കുകൾ അവിടെ ആരും മുമ്പൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അവർ രണ്ടുപേരും തിരികെ നടന്നു പോയപ്പോൾ ആ ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു സ്വപ്നത്തിൽ നിന്നെന്ന പോലെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ജാൻവിയുടെ ഡിസൈനുകളിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന ആര്യന് ഇതൊന്നും കണ്ടിട്ട് അത്ഭുതം തോന്നിയില്ല. പക്ഷേ ഇങ്ങനത്തെ പരിപാടികളിൽ പൊതുവെ ശരിക്കും ടാലന്റ് ഉള്ള ആളുകളായിരിക്കില്ല വിജയിക്കുക. വിജയികളെ എല്ലാം നേരത്തെ തീരുമാനിച്ചു വെക്കും. ബാക്കിയെല്ലാം ഒരുതരം പ്രഹസനമാണ്. സത്യത്തിൽ ആര്യൻ ജാൻവിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിരുന്നില്ല. ശരിക്കുമുള്ള ടാലന്റ് ആണ് നോക്കുന്നതെങ്കിൽ അവൾ തന്നെയാവും തീർച്ചയായും വിജയിക്കുക എന്നവൻ ഉറപ്പുണ്ടായിരുന്നു. അവൾക്ക് ശേഷം ഓരോ മത്സരാർത്ഥികളായി സ്റ്റേജിലേക്ക് കയറിയിറങ്ങി. അവസാനം ആ മത്സരത്തിന്റെ ഫൈനൽ റൗണ്ട് എത്തി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത ഫാഷൻ ഡിസൈനേഴ്സാണ് ഇതിന്റെ ജഡ്ജസ്. മത്സരശേഷം ഇതിന്റെ വിവിധ കാറ്റഗറിയിലുള്ള വിജയികളെ അനൗൺസ് ചെയ്യും. പക്ഷെ ഏറ്റവും ആകർഷകമായത് ഇതിന്റെ ചാമ്പ്യൻസ് ട്രോഫിയാണ്. ആ ഒരു ട്രോഫിക്ക് വേണ്ടിയാണ് എല്ലാവരും മത്സരിക്കുന്നത്. ഇത് കിട്ടുന്നയാൾ ലോകത്തിലെ തന്നെ ഫാഷൻ ഇൻഡസ്ട്രിയിലെ സ്റ്റാർ ആവും. അപ്പോൾ
അപ്പോഴേക്കും പരിപാടിയുടെ അവതാരകൻ സ്റ്റേജിലെത്തി മൈക്ക് കയ്യിലെടുത്തു. ഹലോ എവരിവൺ, ഗംഭീരമായ മത്സരമായിരുന്നു ഇവിടെ നടന്നത് അല്ലേ? ഒരുപാട് ഡിസൈനർമാരും അവരുടെ മോഡലുകളും എല്ലാം ഇവിടെ അണിനിരന്നു കഴിഞ്ഞു. ഇനി ഇവിടെ റിസൾട്ടിനുള്ള സമയമാണ്. നിങ്ങളും അതിനുവേണ്ടി തന്നെയാവും കാത്തിരിക്കുന്നത് എന്നെനിക്കറിയാം. നമ്മുടെ ഫാഷൻ എക്സ്പേർട്സ് ആയ ജഡ്ജസ് ആരെയാണ് വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നറിയണ്ടേ? ഫോർ ദിസ് ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് I invite Mr. Thomas, our chief judge, to come up on stage. Please come and announce the winner, sir. തോമസ് എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് നടന്നു. എന്നിട്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹായ് എവരിവൺ, ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചതിലും എത്രയോ മികച്ച മത്സരമാണ് ഇന്നിവിടെ നടന്നത്. എല്ലാ മത്സരാർത്ഥികളും അവരുടെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാ ഡിസൈനർമാരുടെയും ഹാർഡ് വർക്ക് അവരുടെ വർക്കുകളിൽ കാണാനുണ്ടായിരുന്നു. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി നമുക്ക് ഒരാൾക്ക് മാത്രമേ നൽകാനാവൂ. അതിനുവേണ്ടി ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അവർ ചാമ്പ്യൻസ് ട്രോഫി വിന്നർ ഇസ് മിസ് ജാൻവി. ഹോളിലുള്ള എല്ലാവരും ഒന്നടങ്കം കൈയടിച്ചു. പലരും അത്ഭുതപ്പെട്ടു നിന്നു. അവരെല്ലാം ആദ്യമായിട്ടായിരുന്നു അങ്ങനെയൊരു ഡിസൈനറുടെ പേര് കേൾക്കുന്നത്. തോമസ് തുടർന്നു, ഞാൻ ഒരിക്കൽ കൂടെ മിസ് ജാൻവിയെയും മിസ്റ്റർ ആര്യനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അവരുടെ ഡ്രസ്സ് ഇന്ത്യയിൽ 5000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പരമ്പരാഗതമായ വസ്ത്രങ്ങളിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് മോഡേൺ ടച്ച് നൽകിയവയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അത് ഫാഷൻ റാമ്പുകളിൽ സ്ഥിരം ഉപയോഗിക്കാത്ത തരം ഡിസൈനാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ആളുകൾ കൈയടിച്ചുകൊണ്ടേയിരുന്നു. ജാൻവി ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആര്യൻ അവളുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ച് സ്റ്റേജിലേക്ക് നടക്കാൻ തുടങ്ങി. അതേസമയം ഇഷ പരിഭ്രമത്തോടെ അർജുനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ആ ആര്യൻ തോമസിനെ കയ്യിലാക്കിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ. ഒറ്റയടിക്കല്ലേ അവര് വിന്നറെ അനൗൺസ് ചെയ്തത്. നമ്മളൊക്കെ ചെയ്തത് വെറും വേസ്റ്റായോ? എന്നാൽ അർജുന്റെ മുഖത്ത് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. അവനൊരു ചിരിയോടെ ഇഷയോട് പറഞ്ഞു, തൽക്കാലം നീ മിണ്ടാതെ ഈ കളി മുഴുവൻ കാണ്, എന്നിട്ട് സംസാരിക്കാം. തോമസ് ആര്യനെയും ജാൻവിയെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. അവരെ കാത്തു നിൽക്കുമ്പോഴേക്കും ജഡ്ജസിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, എങ്ങനെ മിസ് ജാൻവി വിന്നറാവും? എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. അയാളത് പറഞ്ഞതും മറ്റൊരു ജഡ്ജും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കും ഒബ്ജക്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഒരുപാട് ജഡ്ജസ് എഴുന്നേറ്റ് നിന്ന് ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഹോൾ മുഴുവൻ ശബ്ദമുഖരിതമായി. ആളുകൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്നു. ഫാഷൻ കോമ്പറ്റീഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊരു സംഭവം. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ എല്ലാവരും ഞെട്ടി നിന്നു. അപ്പോൾ ജഡ്ജസിൽ ഒരാൾ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി, മിസ്റ്റർ തോമസ്, മിസ് ജാൻവിയാണ് വിന്നറെന്ന് നിങ്ങളെങ്ങനെ ഒറ്റയടിക്കങ്ങ് പ്രഖ്യാപിക്കും? അവരുടെ വസ്ത്രങ്ങളെല്ലാം പഴയ മോഡലായിരുന്നു. പണ്ടത് വലിയ ഡിസൈനുകളായെന്ന് വെച്ച് ഇന്നത്തെ കാലത്തെ ആളുകളുടെ സൗകര്യങ്ങളും കംഫർട്ടുമല്ലേ ഇപ്പൊ നമ്മളൊരു വസ്ത്രം ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അതിന് ഫസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ മറ്റൊരു ജഡ്ജ് പറഞ്ഞു തുടങ്ങി, ഞാനും അതിനോട് യോജിക്കുന്നു. കാലങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിത രീതികളും നമ്മുടെ ശൈലികളും എല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ മോഡലുകൾക്ക് ഒരു മോഡേൺ ടച്ച് കൊടുത്തു എന്ന് വെച്ച് അത് ധരിക്കാൻ കംഫർട്ട് ആവില്ല. ആ ഫാക്ടർ മാത്രം വെച്ച് ഒരാൾക്ക് ട്രോഫി കൊടുക്കാമോ? മറ്റൊരാൾ കൂടെ അതിനെ പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ ഇവിടെ പ്രസന്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും മികച്ച വർക്ക് മിസ് ഇഷ അയ്യരുടെ ആയിരുന്നു. അവരുടെ ഡിസൈനുകളെല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. ഇന്നത്തെ കാലത്തെ ആളുകളുടെ ഇഷ്ടത്തിനും ട്രെൻഡിനും അനുസരിച്ചാണ് അവരെല്ലാം ഒരുക്കിയിട്ടുള്ളത്. ആളുകളെല്ലാം പരസ്പരം പെറുപെറുക്കാൻ തുടങ്ങി. അവിടെ കൂടിയ ഓഡിയൻസിന് മുഴുവൻ ജാൻവിയുടെ ഡിസൈനുകളായിരുന്നു ഇഷ്ടപ്പെട്ടത്. എങ്കിലും ജഡ്ജസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ചിലർക്കൊക്കെ സംശയം തോന്നി. അവർ ഇഷയുടെ കൂടെ നിന്നു. കാര്യങ്ങൾ വലിയ തർക്കത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഇവന്റ് ഓർഗനൈസേഴ്സ് 2 പേരെയും സ്റ്റേജിലേക്ക് വിളിപ്പിച്ചു. ജഡ്ജസിന്റെ ഇടയിൽ ഒരു വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. കൂടുതൽ വോട്ടുകൾ കിട്ടുന്നയാളെ വിന്നറായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. അർജുൻ അപ്പോൾ തന്നെ ആര്യനെ നോക്കി ഒന്ന് പരിഹാസത്തോടെ ചിരിച്ചു. എന്നാൽ ആര്യനെ ഇതൊന്നും ബാധിച്ചില്ല. അപ്പോൾ അർജുൻ ഇഷയോട് പറഞ്ഞു, അവൻ ഈ മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കില്ലെന്ന് ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞില്ലേ? നീ ഫുൾ കോൺഫിഡൻസിൽ തന്നെ സ്റ്റേജിലേക്ക് പോയിക്കോ. ആ ട്രോഫി നിനക്കുള്ളതാണ്. അപ്പോഴേക്കും ആര്യനും ജാൻവിയും സ്റ്റേജിലെത്തിയിരുന്നു. ഇഷ അവരുടെ പിറകിൽ നിന്നുകൊണ്ട് പറഞ്ഞു,
എന്റെ ഡിസൈനുകളെ നീ നേരത്തെ കളിയാക്കിയില്ലേ? ഇനി നീ നോക്കിക്കോ ആരാണ് വിജയിക്കാൻ പോകുന്നതെന്ന്. എന്നാൽ ആര്യൻ അവളുടെ വാക്കുകൾക്കൊന്നും വലിയ വില കൊടുത്തില്ല. അവൻ അപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ജാൻവി നല്ല ടെൻഷനിലായിരുന്നു. അവളെ സംബന്ധിച്ച് ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്നതായിരുന്നു ഏറ്റവും വലുത്. വിജയിക്കണം, ട്രോഫി വാങ്ങണം എന്നൊന്നും അവൾ ആലോചിച്ചിട്ടേ ഇല്ല. എങ്കിലും കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയപ്പോൾ അവൾ പേടിയോടെ ആര്യന്റെ മുഖത്തേക്ക് നോക്കി. അവൾ കാരണം അവനും നാണം കെടുമോ എന്നവൾക്ക് തോന്നി. അങ്ങനെ അവർ സ്റ്റേജിലെത്തിയപ്പോൾ വോട്ടിംഗ് ആരംഭിച്ചു. അവതാരകൻ മൈക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു, മിസ് ജാൻവി വിന്നർ ആവണം എന്നുള്ളവർ കൈപ്പൊക്കൂ. തോമസ് ആയിരുന്നു ആദ്യം കൈപ്പൊക്കിയത്. പിന്നാലെ 6 പേര് കൂടെ കൈപ്പൊക്കി. അപ്പോൾ മറ്റുള്ളവരുടെ എല്ലാം വോട്ട് ഇഷയ്ക്ക് തന്നെയാണെന്ന് ഉറപ്പായി. അത് കണ്ടതും ഇഷ സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. ആ ഇവന്റിന്റെ വിന്നർ അവൾ തന്നെയെന്ന് അവൾ ഉറപ്പിച്ചു. ഫാഷൻ കോമ്പറ്റീഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇതുപോലെ നാടകീയമായ ഒരു രംഗം അരങ്ങേറുന്നത്. ആദ്യം ചീഫ് ജഡ്ജ് ഒരാളെ വിന്നറായി പ്രഖ്യാപിക്കുന്നു. പിന്നാലെ മറ്റുള്ളവർ അതിനെ എതിർക്കുന്നു. 30 ജഡ്ജുകൾ ഉള്ളതിൽ 7 പേര് മാത്രമാണ് ജാൻവിയുടെ കൂടെ നിന്നത്. ബാക്കി 23 പേരും അർജുൻ വില കൊടുത്ത് വാങ്ങിയതായിരുന്നു. എന്നാൽ പോലും ആ ഹാളിലുള്ള മിക്കവർക്കും അറിയാമായിരുന്നു യഥാർത്ഥ വിന്നർ ജാൻവിയാണെന്ന്. അങ്ങനെ അവസാനം ഇഷയെ വിന്നറായി പ്രഖ്യാപിച്ചു. അവളെ കിരീടമണിച്ച് കയ്യിൽ ട്രോഫി നൽകി. ഇഷയുടെ തുടർച്ചയായിട്ടുള്ള 3ാമത്തെ ജയമായിരുന്നു അത്. അതിലൂടെ അവൾ ഫാഷൻ ഇൻഡസ്ട്രിയിലെ രാജ്ഞിയായി മാറി. ആര്യൻ അപ്പോഴേക്കും ജാൻവിയുടെ കൈപിടിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ഇഷ അർജുന്റെ കമ്പനിയിൽ നിന്നുമുള്ള ആളായതുകൊണ്ട് തന്നെ അവർ ജയിച്ച വിവരം അപ്പോൾ തന്നെ എല്ലായിടത്തും എത്തി. ഷെയർ മാർക്കറ്റിൽ അർജുന്റെ കമ്പനിയുടെ മൂല്യം ഉയർന്നു. രാഹുൽ അപ്പോഴേക്കും അർജുനെ കൺഗ്രാജുലേറ്റ് ചെയ്യാനെത്തി. അവനെ കണ്ടതും അർജുൻ പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അത് ഞാൻ അറിയില്ല. അത് കേട്ട രാഹുൽ പറഞ്ഞു, അവസാനം നീ പറഞ്ഞ കാര്യം ചെയ്ത് കാണിച്ചല്ലോ, കൺഗ്രാറ്റ്സ് ഡാ. അത് കേട്ട അർജുൻ അഹങ്കാരത്തോടെ ആര്യനെ ഒന്ന് നോക്കിക്കൊണ്ട് രാഹുലിനോട് പറഞ്ഞു, അതെ, ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, അവരാണ് വലുതെന്നും അവരുടെ പണം കൊടുത്ത എന്തും വാങ്ങാമെന്നും. പക്ഷേ അതെല്ലാം വെറും തോന്നൽ മാത്രമായിരുന്നെന്ന് ഇപ്പൊ മനസ്സിലായി കാണും. അതേസമയം സ്റ്റേജിൽ ഇഷ വിജയത്തിന് ശേഷമുള്ള പ്രസംഗത്തിലായിരുന്നു. അതിനിടയിൽ അവൾ അർജുനെ മെൻഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ ട്രോഫി എന്നേക്കാൾ അവകാശപ്പെട്ടത് എന്നെ സ്പോൺസറായ അർജുനാണ്. അർജുനെ സ്റ്റേജിലേക്ക് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അർജുൻ തന്റെ കോട്ടൊക്കെ ശരിയാക്കി അഹങ്കാരത്തോടെ സ്റ്റേജിലേക്ക് നടന്നു. എന്നിട്ട് അവനും ഇഷയും ഒരുമിച്ച് ട്രോഫി ഉയർത്തി. അപ്പോൾ അവതാരകൻ അർജുന് നേരെ മൈക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അർജുൻ മൈക്ക് വാങ്ങി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ ഇവന്റിന്റെ ആളുകളോട് പറയാനുള്ളത് ഇനിയെങ്കിലും ഇതിന്റെ സെലക്ഷൻ സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നാണ്. ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഡിസൈനും സ്റ്റേജിൽ കയറാൻ അനുവദിക്കരുത്. ചില ആളുകൾക്ക് സെലക്ഷൻ കിട്ടിയാൽ തന്നെ അവരാണ് വിന്നർ എന്നങ്ങ് തീരുമാനിച്ചു കളയും. അത് കാരണം നമ്മുടെ എല്ലാം സമയം വെറുതെ പോവും. അവതാരകന് അർജുന്റെ ആ സംസാരം തീരെ ഇഷ്ടമായില്ല. എങ്കിലും അയാളത് പുറത്തു കാണിക്കാതെ മൈക്ക് വാങ്ങി ഇഷയ്ക്ക് കൊടുത്തു. ഇഷ പറഞ്ഞു, ഹാർഡ് വർക്കിലേക്ക് യാതൊരു ഷോർട്ട് കട്ടുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ വേണ്ട മിനിമം ഒരുക്കങ്ങളെങ്കിലും ഓരോരുത്തരും ചെയ്തിരിക്കണം. അവൾ ജാൻവിയെ നോക്കിയാണ് ഇതെല്ലാം പറഞ്ഞത്. ജാൻവിക്ക് ഇതൊന്നും സഹിക്കാനാവാതെ അവൾ തല താഴ്ത്തി തന്നെ നിന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ആര്യൻ അപ്പോൾ സ്നേഹത്തോടെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കരയില്ലടാ, ഒരു സങ്കടത്തിന് പിന്നാലെ ഒരു സന്തോഷമുണ്ടാവും എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. എന്തായിരിക്കും ആര്യന്റെ മനസ്സിൽ? ആ സന്തോഷം എന്താണ്? 27 വേൾഡ് ഫാഷൻ കോമ്പറ്റീഷന്റെ സ്റ്റേജ്. ചാമ്പ്യൻസ് ട്രോഫി ആർക്കാണെന്ന് അനൗൺസ് ചെയ്തു കഴിഞ്ഞു. ഫാഷൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച ഡിസൈനർക്കുള്ള ആ അവാർഡ് ഇഷ അയ്യർക്ക് ലഭിച്ചു. അവതാരകൻ ആവേശത്തോടെ ഓഡിയൻസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇഷ അയ്യർ ഇത് തുടർച്ചയായി 3ാമത്തെ വർഷമാണ് ഈ ട്രോഫി നേടുന്നത്. ഇതിലൂടെ അവർ ഫാഷൻ ഇൻഡസ്ട്രിയിലെ രാജ്ഞി തന്നെയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ അവരുടെ ഫാഷൻ ലോകത്തെ യാത്ര നമുക്കൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവും അത്. അവതാരകൻ സ്റ്റേജിലെ വലിയ സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടി. സ്ക്രീനിൽ ഇഷയുടെ കഴിഞ്ഞ 2 വർഷത്തെ കിരീട നേട്ടത്തിന്റെ വീഡിയോസ് കാണിക്കാൻ തുടങ്ങി. എല്ലാവരും കയ്യടികളോടെ അത് നോക്കിക്കൊണ്ട് നിന്നു. ഇഷയും അർജുനും സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു. അപ്പോൾ സ്റ്റേജിന്റെ അടുത്തായി ആര്യനെ കണ്ട അർജുൻ പറഞ്ഞു,
നീ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടോ? ഇനിയും അപമാനം സഹിച്ച് നിൽക്കണോ? അവളെയും കൊണ്ട് വേഗം സ്ഥലമിട്ടേക്ക്. എല്ലാവരും കേൾക്കുന്ന ശബ്ദത്തിലാണ് അർജുൻ അത് പറഞ്ഞത്. അത് കേട്ട ആര്യൻ തല താഴ്ത്തി അവിടെ നിന്നും പോകുമെന്നാണ് അർജുൻ പ്രതീക്ഷിച്ചത്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. ആര്യൻ പാന്റിന്റെ പോക്കറ്റിൽ കൈയിട്ട് ചിരിച്ചുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് നിന്നു. അത് കണ്ട് അർജുന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. ഇത്രയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടും ഇവൻ എന്താണ് ഒന്നും സംഭവിക്കാത്തതുപോലെ നിൽക്കുന്നത് എന്നാണ് അർജുൻ ചിന്തിച്ചത്. അപ്പോഴാണ് അവൻ ഓഡിയൻസിനെ ശ്രദ്ധിച്ചത്. എല്ലാവരും കയ്യടികളൊക്കെ നിർത്തി സൂക്ഷ്മമായി സ്ക്രീനിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരും അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട അർജുൻ ചിന്തിച്ചു, ആ വീഡിയോ ഇത്ര രസമുണ്ടോ കാണാൻ? എല്ലാവരും ശ്വാസം വിടാതെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ആലോചിച്ച് അവൻ സ്ക്രീനിലേക്ക് നോക്കി. അതിൽ കാണിക്കുന്ന വീഡിയോ കണ്ടതും അവൻ ആകെ ഷോക്കായി. അവിടെ ഉണ്ടായിരുന്ന ഒരു ജഡ്ജ് അതിൽ അർജുനോട് പറയുകയാണ്, മിസ്റ്റർ അർജുൻ, ഇഷ മത്സരത്തിൽ ജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 10 ലക്ഷം ഒന്നും പോരാ, 50 ലക്ഷമെങ്കിലും എന്തായാലും വേണം. അപ്പോൾ തന്നെ അതിൽ മറ്റൊരു വീഡിയോ പ്ലേ ആയി. അതിൽ മറ്റൊരു ജഡ്ജ് പറയുന്നുണ്ട്, എനിക്ക് 30 ലക്ഷം തന്നാ ഞാൻ ഇഷയെ വിന്നറാക്കി പ്രഖ്യാപിക്കാം. അപ്പോൾ തന്നെ വേറൊരു വീഡിയോ വന്നു. അതിൽ അർജുൻ ഒരു ജഡ്ജിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര പണം വേണമെന്ന് പറഞ്ഞാൽ മതി, പക്ഷേ എന്തൊക്കെയായാലും അവസാനം ജയിക്കുന്നത് ഇഷയായിരിക്കണം. അങ്ങനെ ഒന്നൊന്നായി ഓരോ വീഡിയോകളും അവിടെ പ്ലേ ചെയ്തു. അവിടെ ഇഷയ്ക്ക് വേണ്ടി വോട്ട് ചെയ്ത 23 ജഡ്ജുകളുടെയും ഇതുപോലുള്ള വീഡിയോസ് വന്നു. ഇത് കണ്ട എല്ലാവരും ഞെട്ടിപ്പോയി. അർജുൻ പെട്ടെന്ന് എന്തു ചെയ്യണമെന്നറിയാൻ നിന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം അവന് മനസ്സിലായില്ല. ആരാണ് ഈ വീഡിയോകൾ എടുത്തത് എന്നാണ് അവൻ ആലോചിച്ചത്. അതുപോലെ എങ്ങനെയാണ് ഇതിവിടെ പ്ലേ ആയത്? ഇഷയുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. അവൾ പേടികൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു, ഇതാരോ മനഃപൂർവ്വം എന്റെ ഇമേജ് തകർക്കാൻ വേണ്ടി ചെയ്തതാണ്. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. പക്ഷേ അവിടെയുള്ള ഒരാളും അവളെ വിശ്വസിക്കാൻ തയ്യാറായില്ല. പകരം എല്ലാവരും അവൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, ഓരോ ജഡ്ജിനും ലക്ഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി ഇഷ എങ്ങനെയാ ജയിച്ചതെന്ന്. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ ജാൻവിയുടെ ഡിസൈനുകളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. പിന്നെങ്ങനെ ഇഷ വിജയിയായി എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇപ്പോഴല്ലേ സത്യം മനസ്സിലായത്. ആൾക്കൂട്ടത്തിൽ നിന്നും മറ്റൊരാൾ പറഞ്ഞു, ഇങ്ങനെ എല്ലാവരെയും പൈസ കൊടുത്ത് വാങ്ങാമെങ്കിൽ ഏത് കഴുതയ്ക്കും ജയിക്കാലോ. ആളുകളെല്ലാവരും നല്ല ദേഷ്യത്തിലായിരുന്നു. ഒരാൾ പറഞ്ഞു, എല്ലാം ആദ്യമേ ഇങ്ങനെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ മത്സരങ്ങൾക്കൊക്കെ എന്ത് ആധികാരികതയാണുള്ളത്? വല്ലാത്തൊരവസ്ഥ തന്നെ. അവിടെ കൂടിയ എല്ലാവരും ആ 23 ജഡ്ജസിനെ ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി. ഇഷയുടെ ഫാൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും അവരോട് ദേഷ്യം തോന്നി. ഒരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഇഷ മാമിന്റെ വലിയൊരു ഫാനായിരുന്നു. എനിക്ക് അവരുടെ ഡിസൈനുകൾ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ജയിക്കാൻ വേണ്ടി അവർ ഇത്ര തരം താണ കളി കളിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും കൂടുതൽ ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി. ട്രോഫി തിരിച്ചു വാങ്ങണം, നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നില്ല, ഇഷയെ പുറത്താക്കണം. ഹോളിൽ നിറയെ പലവിധ ശബ്ദങ്ങൾ ഉയർന്നു. ഇഷ പേടികൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ടാലന്റ് കൊണ്ട് മാത്രമാണ് ഈ മത്സരത്തിൽ വിജയിച്ചത്. എനിക്കിതിലൊന്നും ഒരു അറിവുമില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് എന്റെ ഓരോ ഡിസൈനുകളും ചെയ്യുന്നത്. അർജുൻ അവിടെ തളർന്ന മുഖത്തോടെ ഇരുന്നു. അവന്റെ ശരീരമാകെ തണുത്തു വിറച്ചു. നെറ്റിയിൽ നിന്നും വിയർപ്പൊഴുകാൻ തുടങ്ങി. ആരാണ് ആ വീഡിയോകൾ ഷൂട്ട് ചെയ്തതെന്ന് അവന് മനസ്സിലായില്ല. അവൻ അത്രയും രഹസ്യമായി വെച്ചതായിരുന്നു അത്. ഇഷ അവിടെ കിടന്ന് ന്യായീകരിക്കുന്നത് കണ്ട അർജുൻ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ വീഡിയോസ് എല്ലാം ഫേക്കാണ്. ഇതെല്ലാം ആരുണ്ടാക്കിയതാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ എന്തിനാ ഒരാൾക്ക് ഇങ്ങനെ പണം കൊടുക്കണം? ഇഷയാണല്ലോ കഴിഞ്ഞ 2 വർഷവും ചാമ്പ്യൻ ആയത്. അപ്പൊ പിന്നെ ഈ വർഷവും അവൾക്ക് തന്നെ ആവുമല്ലോ ട്രോഫി കിട്ടുക. അവളുടെ ഡിസൈനുകളെല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു ജഡ്ജും പറയാൻ തുടങ്ങി, അത് ശരിയാണ്, ഇഷ വളരെ ടാലന്റഡ് ആണല്ലോ. അവൾ 2 തവണ ജയിച്ചതല്ലേ. പിന്നെ അവൾ എന്തിന് ഇങ്ങനെയൊക്കെ ചെയ്യണം? ഇതെല്ലാം ഫേക്കാണ്. അപ്പോൾ ഇഷയുടെ ഫാൻസ് ആയിട്ടുള്ള ചിലർക്കും അത് ഫേക്കാണെന്ന് തോന്നി.
ഓഡിയൻസ് എല്ലാവരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ സ്ക്രീനിൽ മറ്റൊരു വീഡിയോ പ്ലേ ആയി. അതിൽ ഇഷ ഒരു പെൺകുട്ടിയോട് പറയുന്നുണ്ട്, ഇതാ ഈ പണം പിടിക്കേ, ഈ ഡിസൈനുകൾ ഇനി എന്റെയാണ്. ഇതെനിക്ക് തരാൻ നീ തയ്യാറായില്ലെങ്കിൽ പിന്നെ നിനക്ക് എവിടെയും ഒരു ജോലി കിട്ടില്ല, അത് ഉറപ്പാണ്. അത് കേട്ട ആ പെൺകുട്ടി അവളോട് അപേക്ഷിച്ചു, പ്ലീസ് മാഡം, എന്നോട് ഇത് ചെയ്യരുത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്തതാണിത്, ഇത് കൊണ്ടുപോകരുത്. അപ്പോൾ ഇഷ ദേഷ്യത്തോടെ പറഞ്ഞു, എന്നെ ധിക്കരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഞാനൊന്ന് മനസ്സ് വെച്ച നിന്റെ ഇതുവരെയുള്ള എല്ലാ കരിയറും നശിപ്പിക്കാൻ എനിക്കാവും. ഈ പണം പിടിക്കേ, എന്നിട്ട് ഈ ഡിസൈനുകൾ എനിക്ക് തന്നേക്ക്, അതാണ് നിനക്ക് നല്ലത്. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഓരോ വീഡിയോസും പിന്നെയും കാണിക്കാൻ തുടങ്ങി. എല്ലാത്തിലും ഇഷ അത്ര അറിയപ്പെടാത്ത ഡിസൈനർമാരെ ഭീഷണിപ്പെടുത്തി അവരുടെ ഡിസൈനുകൾ പണം കൊടുത്ത് വാങ്ങുകയാണ്. അത് കണ്ട എല്ലാവരും ഷോക്കായി. അതുവരെ കഴിഞ്ഞ 2 തവണയും ചാമ്പ്യനായ ഇഷയ്ക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് എല്ലാ തവണയും അവൾ എങ്ങനെയാണ് ജയിക്കുന്നത് എന്ന് മനസ്സിലായി. ആളുകളാകെ വയലന്റ് ആയിക്കൊണ്ടിരുന്നു. ഇത്ര കാലവും അവർ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ഇഷ ഒരു കഴിവുമില്ലാത്ത ഡിസൈനർ ആണെന്ന് എല്ലാവർക്കും മുൻപിൽ തെളിഞ്ഞു. ഇത്ര കാലവും അവളെല്ലാം പണം കൊടുത്ത് വാങ്ങുകയായിരുന്നു. ഇഷയ്ക്ക് അവളുടെ കരിയറും ഇമേജും എല്ലാം നശിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായി. അവളുടെ കാലുകൾ വിറച്ചു. അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. നിലത്തേക്ക് വീണു. ആളുകൾക്കിടയിൽ നിന്നും ശബ്ദം കൂടിക്കൂടി വന്നു. ഈ പെണ്ണ് കളവാണ് പറയുന്നത്, ഇവിടെ നിന്ന് പുറത്താക്കണം. ആളുകൾ ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അർജുന് പേടിയായി. മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് അവൻ ആര്യനെ നോക്കി. ആര്യൻ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എല്ലാം ഒറ്റയടിക്ക് ഇങ്ങനെ കീഴ്മേൽ മറിയുമെന്ന് അർജുൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എല്ലാം അവന്റെ കയ്യിൽ നിന്നും വഴുതി വീഴാൻ തുടങ്ങി. ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പോലും അർജുന് മനസ്സിലായില്ല. അപ്പോൾ പെട്ടെന്ന് അവന്റെ ഒരു സ്റ്റാഫ് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, സാർ, നമ്മുടെ കമ്പനിയുടെ ഷെയറുകളെല്ലാം ഓരോന്നായി വീണുകൊണ്ടിരിക്കുകയാണ്. അർജുൻ പരിഭ്രമത്തോടെ ചോദിച്ചു, എത്ര വീണു? സാർ, 10%. അപ്പോൾ തന്നെ അവൻ പിന്നെയും പറഞ്ഞു, സാർ, 20%. 1 മിനിറ്റ് കഴിയുന്നതിന് മുൻപ് അവൻ വീണ്ടും പറഞ്ഞു, സാർ, 40%. അർജുൻ ആകെ ഞെട്ടി വിറച്ചു. അപ്പോഴും ആ സ്റ്റാഫിന്റെ കയ്യിലിരുന്ന സിസ്റ്റത്തിൽ കമ്പനിയുടെ ഷെയറുകൾ ഓരോന്നായി വീഴുന്നതിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരുന്നു. അയാളുടെ മുഖം വിളറി വെളുത്തു. മിനിറ്റുകൾക്കുള്ളിൽ അർജുന്റെ കമ്പനിക്ക് ലക്ഷങ്ങളാണ് നഷ്ടം വന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന തോമസ് വേഗം സ്റ്റേജിലേക്ക് കയറി. എന്നിട്ട് അവതാരകന്റെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങിക്കൊണ്ട് എല്ലാവരോടും അടങ്ങിയിരിക്കാൻ പറഞ്ഞു. പ്ലീസ്, എല്ലാവരും ദയവ് ചെയ്ത് ഒന്നും മിണ്ടാതിരിക്കോ. എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ മത്സരത്തിൽ ഒരു വലിയ ചതിവ് പറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്തായാലും എല്ലാം ഞങ്ങൾ പരിഹരിക്കാം. പണം വാങ്ങി അവരുടെ കൂടെ നിന്ന് 23 പേരെയാണ് നിങ്ങൾ കണ്ടത്. എന്നാൽ ഇതിലൊന്നും വീഴാത്ത 7 പേര് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ 7 പേരുടെ തീരുമാനത്തിനാണ് ഇവിടെ പ്രസക്തി. അവരുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് ഞാൻ റിസൾട്ട് പുനഃപരിശോധിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ തോമസിനെ തന്നെ നോക്കി നിന്നു. ചാമ്പ്യൻസ് ട്രോഫി മിസ് ഇഷ അയ്യരിൽ നിന്ന് തിരികെ വാങ്ങുകയാണ്. അതുപോലെ അവരുടെ ഈ പ്രവൃത്തി കാരണം അവരെ ഒരു ഫാഷൻ മത്സരത്തിലും പങ്കെടുക്കാനാവാത്ത വിധം ബാൻ ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് ഷോ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. Here we are announcing the real winner of this international fashion competition, Miss Janvi. ജാൻവിയാണ് യഥാർത്ഥത്തിൽ ഈ ട്രോഫിക്ക് അർഹയായിട്ടുള്ളത്. അവളുടെ പേര് അനൗൺസ് ചെയ്തപ്പോൾ ജാൻവിക്ക് വിശ്വസിക്കാനായില്ല. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു. അവൾ ആര്യനെ നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ ചോദിച്ചു, ശരിക്കും ഞാനിതിൽ ജയിച്ചോ? അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുകയാണോ? ആര്യൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ജാൻവി, ഈ ട്രോഫി നിനക്കുള്ളതാണ്. പോയി അഭിമാനത്തോടെ ആ ട്രോഫി ഉയർത്ത്. യു ഡിസേർവ് ഇറ്റ്. ജാൻവി വളരെ ഇമോഷണലായി. അവൾ ഒരേ സമയം കരയുകയും ചിരിക്കുകയും ചെയ്തു. പെട്ടെന്ന് ജാൻവി സ്റ്റേജിലേക്ക് കയറാൻ നിന്നതും അവൾ തിരിഞ്ഞു നിന്ന് ആര്യന്റെ അടുത്തേക്ക് വന്ന് ചുണ്ടിൽ കിസ് ചെയ്യാൻ തുടങ്ങി. ജാൻവിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ആര്യൻ ഒന്ന് ഷോക്കായെങ്കിലും അവൻ അടുത്ത നിമിഷം തന്നെ അവളെ കൈകളിൽ കോരിയെടുത്തു.
ഹോളിൽ എപ്പോഴും അവർക്ക് വേണ്ടിയുള്ള കയ്യടികൾ ഉയർന്നു. ആളുകൾ സന്തോഷത്തോടെ അവരുടെ വിജയം ആഘോഷിച്ചുകൊണ്ടിരുന്നു. ജാൻവിയും ആര്യനും ഇങ്ങനെ കിസ് ചെയ്യുന്നത് കണ്ട അർജുന്റെ ദേഷ്യം തിളച്ചു മറിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ചാമ്പ്യൻഷിപ്പും കമ്പനിയും നേട്ടങ്ങളുമെല്ലാം അർജുന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. എന്നാൽ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് എല്ലാം കയ്യിൽ നിന്ന് വഴുതിപ്പോയി. അതൊന്നും ഇനി അടുത്ത കാലത്തൊന്നും തിരിച്ചു കിട്ടില്ലെന്ന് അർജുന് വ്യക്തമായി അറിയാമായിരുന്നു. അവൻ ആര്യന്റെ നേർക്ക് ദേഷ്യത്തോടെ ചെന്നുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം നിന്റെ പണിയാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. നിനക്ക് മാത്രമേ എന്റെ നേരെ കളിക്കാനുള്ള ധൈര്യം ഉണ്ടാവൂ. എന്നാൽ ആര്യൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ജാൻവിയെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. എന്നാൽ അർജുൻ പിന്നെയും അവന്റെ നേർക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞു, വിജയത്തിന്റെ രുചി വളരെ മധുരമുള്ളതാണ്. തോൽവി എങ്ങനെയുണ്ട് അർജുൻ? എല്ലാവരും അർജുനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട അർജുന്റെ ദേഷ്യം കൂടി. അവൻ പറഞ്ഞു, നീ നിന്റെ തന്നെ മരണം വിളിച്ചു വരുത്തുകയാണ്. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ എത്ര കാലമായി ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് നിനക്കറിയാമോ? അതെല്ലാം നീ ഒറ്റ നിമിഷം കൊണ്ട് തകർത്തു. ആര്യൻ പറഞ്ഞു, ഒരു മത്സരത്തിൽ ആളുകളെ പണം കൊടുത്ത് വിലക്കെടുക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണോ നിന്റെ ഹാർഡ് വർക്ക്? ഇതൊക്കെ വളരെ ചീപ്പാണ്. അത് കേട്ട അർജുൻ തിരിച്ചടിച്ചു, നീ എന്താ വിചാരിച്ചത്? എന്നെ ഒറ്റയടിക്കങ്ങ് ഇല്ലാതാക്കി കളയാമെന്നോ? എന്റെ പണവും പവറും എന്താണെന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ല. നീ ചിലപ്പോ വലിയ പണക്കാരനായിരിക്കും. എന്ന് വെച്ച് നിന്നെ തകർക്കാനുള്ള സമ്പത്തും ആൾബലവും ഇപ്പോഴും എനിക്കുണ്ടെന്ന് നീ മറക്കരുത്. എല്ലാം അത്ര പെട്ടെന്ന് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ വീഴ്ത്തിയില്ലെങ്കിൽ എന്റെ പേര് അർജുൻ എന്നല്ല. അത് കേട്ട ആര്യൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സമ്പത്തോ? എന്ത് സമ്പത്ത്? നാളെ രാവിലെ ആകുമ്പോഴേക്കും നീ ഒരു ദരിദ്രനായി മാറിയിരിക്കും. നിന്റെ കമ്പനിയുടെ ഷെയറുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മൂക്കും കുത്തി വീണുകൊണ്ടിരിക്കുക. നേരത്തെ എന്റെ ആളുകളായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്റെ ഷെയർ വാങ്ങിക്കൊണ്ടിരുന്നത്. അതെല്ലാം ഞാൻ പറഞ്ഞിട്ടാണ്. ഇപ്പോ അവരതെല്ലാം ചെറിയ വിലയ്ക്ക് വിൽക്കുകയാണ്. ഇപ്പൊ നിനക്കോ നിന്റെ കമ്പനിക്കോ ഷെയർ മാർക്കറ്റിൽ യാതൊരു വിലയില്ല. അർജുന് അത് വിശ്വസിക്കാനായില്ല. ആര്യൻ അവനെതിരെ ഇത്ര വലിയ പ്ലാനായിരിക്കും തയ്യാറാക്കുക എന്നവൻ ഒരിക്കലും ചിന്തിച്ചില്ല. അവൻ പരിഭ്രമത്തോടെ പറഞ്ഞു, ആര്യ, വേണ്ട, ഇത് ചെയ്യരുത്. ആര്യൻ അവനെ ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കിപ്പോ എന്തും ചെയ്യാം. നിന്നോട് എനിക്ക് എത്രത്തോളം ദേഷ്യമുണ്ടെന്ന് നിനക്കറിയില്ല. നിന്റെ തകർച്ച ഇവിടെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ അർജുന്റെ സ്റ്റാഫ് താഴെ നിന്ന് വിളിച്ചു, സർ, സിറ്റി ബാങ്ക്. അർജുൻ അവന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, സിറ്റി ബാങ്കിന് എന്തേ? ആ സ്റ്റാഫ് പേടിയോടെ പറഞ്ഞു, സിറ്റി ബാങ്ക് നമ്മുടെ ലോണെല്ലാം ഫ്രീസ് ചെയ്തു എന്ന് ന്യൂസ് വന്നു. നമ്മുടെ എല്ലാ ആനുകൂല്യങ്ങളും അവര് ക്യാൻസൽ ചെയ്തു. അർജുന്റെ കണ്ണിൽ ഇരട്ട് കയറാൻ തുടങ്ങി. അവന്റെ കാലുകൾ വിറച്ചിട്ട് നിൽക്കാൻ പറ്റാതെയായി. ആ ഹോൾ മുഴുവൻ അവന്റെ കണ്ണിൽ കറങ്ങാൻ തുടങ്ങി. ഒരു നിമിഷം അവൻ സ്വബോധം വീണ്ടെടുത്ത് ആര്യന്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. ഞാൻ ഇനി മരിക്കുകയാണെങ്കിൽ പോലും നിന്നെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകും. അതോർത്താ നന്ന്. ഈ കളിയിൽ നീ വിജയിച്ചു എന്ന് വിചാരിക്കണ്ട. നീ ഷൂ മുറുക്കി കെട്ടി റെഡിയായി നിന്നോ. കളി ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. അതും പറഞ്ഞ് അർജുൻ വേഗത്തിൽ നടന്നു. ആര്യനും അർജുനും തമ്മിലുള്ള യഥാർത്ഥ യുദ്ധം ഇനി എങ്ങനെയാവും? അധ്യായം 28. ലോക ഫാഷൻ മത്സരത്തിന്റെ വേദിയിൽ ഇന്ന് നടന്നത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ആരും കരുതിയില്ല. കുറച്ചു മുൻപ് ഈ ഇവന്റിലെ വിജയിയായിരുന്ന ആൾ ഒരു വലിയ കള്ളത്തരം ചെയ്തിരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിലെ രാജാവായിരുന്ന ആൾ മിനിറ്റുകൾക്കകം പാപ്പരായി. സിറ്റി ബാങ്ക് അതിന്റെ എല്ലാ ഫണ്ടുകളും പിൻവലിച്ചു. അർജുന്റെ കുടുംബം അവരുടെ ബാക്കിയുള്ള ബിസിനസ് പണമെല്ലാം ഈ ഡിസൈനർ ഡ്രസ് ആരംഭിക്കാൻ നിക്ഷേപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ തകരുകയാണ്. അവസാന നിമിഷം സിറ്റി ബാങ്ക് പിന്മാറിയതോടെ അർജുന്റെ സാമ്പത്തിക നില പൂർണ്ണമായും തകർന്നു. അവൻ ആകാശത്ത് നിന്ന് നിലത്തേക്ക് വീണ പോലെയായി. അർജുൻ ദേഷ്യം കൊണ്ട് തിളച്ചു മറിയുകയായിരുന്നു. അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും പെട്ടെന്ന് ആര്യനെ ആക്രമിക്കാൻ വേണ്ടി തിരിച്ചു കയറി. അർജുൻ ഭ്രാന്ത് പിടിച്ചതുപോലെ കൈകൊണ്ട് ആര്യനെ കീറി മുറിക്കാൻ ചെന്നു. എന്നാൽ ആര്യന്റെ അടുത്തേക്ക് നീങ്ങിയ അർജുൻ താൻ നിൽക്കുന്ന സ്ഥലം മറന്നിരുന്നു. ആര്യന്റേതായിരുന്നു ഈ റിസോർട്ട്.
ഇവിടെയുള്ള എല്ലാ സെക്യൂരിറ്റി ജീവനക്കാരും അവനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇത്രയും വലിയ സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ള ആര്യന് എങ്ങനെ എന്തെങ്കിലും സംഭവിക്കും? രോഷത്തോടെ അർജുൻ ആര്യന് നേരെ ആഞ്ഞടിച്ചപ്പോൾ തന്നെ അവന്റെ സെക്യൂരിറ്റി ഗാർഡുകൾ രംഗത്തിറങ്ങി. 1 മിനിറ്റിനുള്ളിൽ അർജുൻ നിലത്തേക്ക് മുഖം കുത്തി വീണു. അവന്റെ 2 പല്ലുകൾ പൊട്ടിപ്പോയി. അവന്റെ വായിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. എല്ലാവരും ആകെ ഞെട്ടിത്തരിച്ചു നിന്നു. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു പിന്നെ അവിടെ. ഈ അവസ്ഥയിലും അർജുൻ ആര്യന് നേരെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഹോളിലെ അന്തരീക്ഷം മാറിയപ്പോൾ വീണ്ടും ആളുകൾ പലതും പറഞ്ഞു തുടങ്ങി. ആരോ പറഞ്ഞു, മത്സരത്തിൽ തോറ്റതിന് ശേഷം അർജുന് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ മറ്റൊരാൾ വിളിച്ചു പറഞ്ഞു, ഇത്രയും വലിയ ചാമ്പ്യൻഷിപ്പ് കയ്യിൽ നിന്ന് വഴുതിപ്പോയ ആർക്കായാലും ഭ്രാന്ത് പിടിക്കും. മൂന്നാമതൊരാൾ പറഞ്ഞു, അവന്റെ കമ്പനിയുടെ ഷെയറുകൾ അതിവേഗം കുത്തനെ ഇടിയുന്നതായി ഞാൻ കേട്ടു. അത് കേട്ട് അവിടെ നിന്ന പലരിലും പരിഭ്രാന്തി പടർന്നു. കൂട്ടത്തിൽ ആരോ ചോദിച്ചു, നീ എന്തീ പറയുന്നേ? എനിക്ക് അവന്റെ കമ്പനിയിൽ ഷെയറുണ്ട്. അപ്പോൾ ആദ്യത്തെ ആൾ മറുപടി പറഞ്ഞു, എല്ലാം വേഗം വിറ്റേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു, ആരുടെയെങ്കിലും സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഇവന്റെ കമ്പനിയിൽ ഷെയർ ഉണ്ടെങ്കിൽ അവരെ എല്ലാം അറിയിച്ചേക്ക്. ഇവൻ ഇപ്പൊ തന്നെ പൂർണ്ണമായി പാപ്പരാവാൻ പോവാണ്. എല്ലാം ഇപ്പൊ തീർന്നു. അർജുൻ നിറഞ്ഞ കണ്ണുകളോടെ അവരുടെ എല്ലാം പ്രതികരണം കണ്ടു. അപ്പോൾ ആര്യൻ അർജുന്റെ അരികിൽ മുട്ടുകുത്തി എന്ന് പറഞ്ഞു, എന്നോട് കളിക്കാൻ വരരുതെന്ന് ഞാൻ നിനക്ക് മുമ്പേ മുന്നറിയിപ്പ് നൽകിയതല്ലേ? അന്നത് കേട്ടിരുന്നെങ്കിൽ നിനക്കിപ്പോ ഈ അവസ്ഥയിൽ കിടക്കേണ്ടി വരില്ലായിരുന്നല്ലോ. കൊലവിളി നിറഞ്ഞ കണ്ണുകളോടെ ആര്യനെ തുറച്ചു നോക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞു, നീ എന്നെ പുറകിൽ നിന്ന് കുത്തി. നീ ഇപ്പൊ സ്വയം ഒരു ഹീറോയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഓരോ കാടിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ തെറ്റിക്കാൻ ആർക്കും സാധിക്കില്ല. അർജുന്റെ വാക്കുകൾ കേട്ട് ആര്യൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിയമങ്ങളോ? നിയമങ്ങളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിക്കാൻ നിനക്കെന്താ അവകാശം? നീ ഇപ്പൊ വെറും വേസ്റ്റാണ്, ഒന്നിനും കൊള്ളാത്ത വേസ്റ്റ്. വായിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങിയിട്ടും അർജുന്റെ ദേഷ്യം അല്പം പോലും കുറഞ്ഞില്ല. അവൻ പറഞ്ഞു, ആര്യൻ, ഇന്ന് നിന്റെ ദിവസമാണ്. എന്നാൽ ഒരിക്കൽ എന്നെ സമയവും വരും. ഈ കാട്ടിലെ യഥാർത്ഥ സിംഹം ആരാണെന്ന് അന്ന് നീ അറിയും. അന്ന് ഞാൻ അടിക്കുമ്പോൾ കുറുക്കനെ പോലെ നീ ഓടിപ്പോവും. ഇപ്പോഴുള്ള ഈ വിജയമെല്ലാം താൽക്കാലികം മാത്രമാണ്. ആര്യൻ അവിടെ നിന്നും എഴുന്നേറ്റ് അർജുനെ ചവിട്ടി അവനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സെക്യൂരിറ്റി ഗാർഡുകളോട് ആംഗ്യം കാണിച്ചു. അവർ അർജുനെ ഹോളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചഴിച്ചു. ഹോളിന്റെ ഒരു മൂലയിൽ നിന്നുകൊണ്ട് രാഹുൽ നിശബ്ദനായി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നു. ഒരിക്കൽ പോലും അവൻ മുന്നോട്ട് ചെന്നില്ല. അർജുന്റെ വിധി തന്നെ തനിക്കും വരുമോ എന്ന് പേടിച്ച് അവനൊന്നും മിണ്ടാതെ പിറകിലെ വാതിലിലൂടെ പുറത്തേക്കിറങ്ങി. ലോക ഫാഷൻ ഷോ മത്സരത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും വിചിത്രമായ രീതിയിൽ ഷോ അവസാനിക്കുന്നത്. എല്ലാവരുടെയും ചുണ്ടിൽ ജാൻവി, ആര്യൻ, അർജുൻ എന്നീ പേരുകൾ നിറഞ്ഞു നിന്നു. ഇത്രയധികം നാടകീയതയും കുപ്രചരണവും ഗൂഢാലോചനയും ഉണ്ടായ ഒരു മത്സരം മുമ്പൊന്നും നടന്നിട്ടില്ല. പരിപാടി അവസാനിച്ചതിന് ശേഷം തോമസ് ആര്യനെ കണ്ട് താൻ അമേരിക്കയിലേക്ക് മടങ്ങുകയാണെന്ന് അറിയിച്ചു. തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് ആര്യൻ അയാളോട് നന്ദി പറഞ്ഞു. അപ്പോൾ അയാൾ അവനെ നോക്കി ആലോചിച്ചു, ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇവൻ വളരെ ശക്തനും ആത്മവിശ്വാസമുള്ളവനുമാണ്. ഭാവിയിൽ ഇവൻ എന്തായി തീരുമെന്ന് ആർക്കറിയാം. തോമസ് പോയതിനു ശേഷം ആര്യന്റെ സെക്യൂരിറ്റി വന്ന് അവനോട് പറഞ്ഞു, സർ, അർജുന്റെ കമ്പനിയുടെ CEO മിസ്റ്റർ വിജേന്ദ്രൻ സാറിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ആ പേര് കേട്ടതും ആര്യൻ ഒന്ന് ചിരിച്ചു. അന്ന് വിജേന്ദ്രനെ ആര്യന്റെ ആളുകൾ അടിച്ചു വീഴ്ത്തിയപ്പോൾ ആര്യൻ അവർക്കൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. അയാൾ സത്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണെങ്കിൽ അയാളെ വെറുതെ വിടണമെന്ന്. ഇപ്പോൾ അയാൾ എന്തെങ്കിലും ഇൻഫർമേഷൻ തരാനാവും കാണാൻ പറയുന്നത്. പക്ഷേ അതിനു മുമ്പായി ജാൻവിയെ ഇവിടെ നിന്നും പറഞ്ഞയക്കണമെന്ന് അവന് തോന്നി. അവൻ ജാൻവിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ജാൻവി, നീ ഹോസ്റ്റലിലേക്ക് തന്നെ തിരികെ പോയിക്കോളൂ. എന്തായാലും പ്രോഗ്രാമൊക്കെ ഭംഗിയായി കഴിഞ്ഞല്ലോ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്ക് കുറച്ച് പരിപാടികൾ കൂടെ ബാക്കിയുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ വിജയം ഒരുമിച്ച് ആഘോഷിക്കാം. അപ്പോൾ ജാൻവി കൊച്ചു കുട്ടികളെ പോലെ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേ ഇത്തവണ എന്റെ ട്രീറ്റ് ആണ് കേട്ടോ. ജാൻവിയുടെ
നിഷ്കളങ്കതയോടെയുള്ള മറുപടി കേട്ട ആര്യന് ചിരി വന്നു. ആര്യൻ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരുടെ ലിസ്റ്റിൽ പെടുത്താവുന്ന ആളാണെന്ന് ജാൻവിക്ക് ശരിക്കറിയില്ലായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഓക്കെ, നിന്റെ സന്തോഷം എന്താണോ അതുപോലെ ചെയ്യും. പക്ഷേ ഇപ്പൊ ഇവിടെ ഒരുപാട് കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നീ വേഗം ഹോസ്റ്റലിലേക്ക് തന്നെ തിരികെ പോകുന്നതാണ് നല്ലത്. അർജുനുമായുള്ള ആ പ്രശ്നങ്ങളെല്ലാം കണ്ടതുകൊണ്ട് ജാൻവിയുടെ ഉള്ളിലും ഒരു പേടിയുണ്ടായിരുന്നു. അവൾ വേഗം സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി. അപ്പോൾ ആര്യൻ അവന്റെ സെക്യൂരിറ്റികളോട് പറഞ്ഞു, നിങ്ങൾ അവളെ സുരക്ഷിതയായി ഹോസ്റ്റലിലെത്തിക്കണം. ജാൻവി ഒന്നുകൂടെ ആര്യനെ സ്നേഹത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി. അതിനുശേഷം ആര്യൻ അവന്റെ ആളുകളോട് പറഞ്ഞു, ആ വിജേന്ദ്രനെ വിളിക്കേ, അയാളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ നോക്കട്ടെ. അവൻ അവിടെ നിന്നും മാറി ഒരു സ്ഥലത്തിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വിജേന്ദ്രൻ വാക്കിംഗ് സ്റ്റിക്കിൽ മെല്ലെ നടന്നുകൊണ്ട് അവിടേക്ക് വന്നു. അന്ന് ആ ഹോട്ടലിൽ വെച്ച് തന്റെ ആളുകൾ വിജേന്ദ്രന്റെ കാലിൽ തല്ലിയൊടിച്ച കാര്യം അപ്പോൾ ആര്യൻ ഓർമ്മ വന്നു. എങ്കിലും ആര്യൻ എപ്പോഴും അയാളോട് യാതൊരു ദയയും തോന്നിയില്ല. മര്യാദയ്ക്ക് സംസാരിക്കുകയും ചെയ്തില്ല. അയാൾ ആര്യന്റെ അടുത്തേക്ക് വന്ന് തല കുനിച്ചു നിന്നു. അന്ന് ആ ഹോട്ടലിൽ വെച്ച് കണ്ട വിജേന്ദ്രനും ഇപ്പോഴത്തെ വിജേന്ദ്രനും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾക്ക് ആര്യൻ ആരാണെന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അർജുന്റെ കോടിക്കണക്കിന് മൂല്യമുണ്ടായിരുന്ന ബിസിനസ് സാമ്രാജ്യം ആര്യൻ ഒറ്റയടിക്ക് തകർത്തതും അയാൾ അറിഞ്ഞിരുന്നു. അതുപോലെ സിറ്റി ബാങ്ക് പോലും ഇപ്പോൾ ആര്യന്റെ കൺട്രോളിലാണെന്ന് അയാൾക്കറിയാം. അയാളുടെ കണക്കുകൂട്ടലിൽ ആര്യൻ ഏകദേശം 8 ലക്ഷം കോടി സമ്പാദ്യം ഇപ്പോൾ തന്നെയുണ്ട്. അയാൾക്ക് ആര്യന്റെ കണ്ണിൽ നോക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. വിജേന്ദ്രൻ തല താഴ്ത്തി തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു, ഗുഡ് ഈവനിങ് സാർ. ആര്യൻ പറഞ്ഞു, ആഹാ, ആളാകെ മാറിപ്പോയല്ലോ. ഓക്കെ, ഇപ്പൊ എന്താണ് എനിക്ക് തന്നെ കൊണ്ടൊരു ഉപകാരമുള്ളത്? ആര്യനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി വിജേന്ദ്രൻ വേഗം പറഞ്ഞു, സാറിന് ഉപകാരമുള്ള ഒരു ഇൻഫോർമേഷൻ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആര്യൻ അക്ഷമയോട് ചോദിച്ചു, എന്ത് ഇൻഫർമേഷൻ? എന്താണ് നിനക്ക് പറയാനുള്ളത്? അപ്പോൾ അയാൾ ആര്യന്റെ മുമ്പിൽ കുറച്ച് ഫയൽസ് നിരത്തി. അത് കണ്ട് ആര്യൻ ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ വിജേന്ദ്രൻ പറഞ്ഞു, സാർ, ഇതെല്ലാം അർജുന്റെ കമ്പനിയുടെ കഴിഞ്ഞ 20 വർഷത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ആര്യൻ വീണ്ടും ചോദിച്ചു, ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ അയാൾ വേഗം പറഞ്ഞു, സാർ, ഇത് വെറും അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ല. അവരുടെ കമ്പനി കഴിഞ്ഞ 20 വർഷമായി ടാക്സുകൾ വെട്ടിച്ചതിനുള്ള തെളിവുകളാണിത്. ഇത് പുറത്തറിഞ്ഞ ഗവൺമെന്റ് തീർച്ചയായും അവരുടെ എല്ലാ കമ്പനികളും പൂട്ടിക്കും എന്നുറപ്പാണ്. ഇത് കേട്ട ആര്യന്റെ കണ്ണുകൾ വിടർന്നു. ആദ്യം അവന് അർജുനെ തകർക്കണം എന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അവൻ അർജുന്റെ മുഴുവൻ കുടുംബ ബിസിനസ്സുകളും തകർക്കണമെന്ന തീരുമാനത്തിലാണ്. വിജേന്ദ്രൻ ഈ ഒരു അവസ്ഥയിൽ തന്നോട് കള്ളം പറയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ആര്യൻ അവനെ ഫിനാൻസ് ഹെഡിനെ വിളിച്ചു. അയാൾ വേഗം അവിടേക്കെത്തി. ആര്യന്റെ മുമ്പിൽ വെച്ച് തന്നെ ആ ഫയലുകളെല്ലാം പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, സർ, ഇതെല്ലാം അർജുന്റെ കമ്പനി നടത്തിയ തട്ടിപ്പുകൾക്കെതിരെയുള്ള തെളിവുകൾ തന്നെയാണ്. ഇത് വെച്ച് അവന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും നമുക്ക് കെണിയിൽ വീഴ്ത്താം. ഇതിൽ അവരുടെ കമ്പനിയിലെ ഓരോ ചെറിയ കള്ളത്തരത്തിന്റെ തെളിവുകൾ പോലുമുണ്ട്. ആര്യന് സന്തോഷം അടക്കാനായില്ല. അവൻ ചിരിച്ചുകൊണ്ട് അവന്റെ ഫിനാൻസ് മാനേജരോട് പറഞ്ഞു, ഈ കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇത് വെച്ച് അവർക്കെതിരെ മുന്നോട്ട് നീങ്ങണം. നമ്മുടെ പേര് എവിടെയും നേരിട്ട് വരാൻ പാടില്ല. ഇത് കേട്ട് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം ഞാൻ നോക്കിക്കോളാം. എല്ലാം സാർ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും. അതും പറഞ്ഞ് അയാൾ ഫയലുകളും എടുത്ത് അവിടെ നിന്ന് പോയി. ആര്യൻ അപ്പോൾ വിജേന്ദ്രനെ നോക്കി അവന്റെ സ്റ്റാഫുകളോട് പറഞ്ഞു, ഇയാൾക്ക് 3 കോടി രൂപ നൽകി തിരികെ അയക്കണം. അത് കേട്ട വിജേന്ദ്രൻ മനസ്സിലാലോചിച്ചു, ഇത്രയും വലിയ തെളിവുകൾ നൽകിയതിന് വെറും 3 കോടി രൂപ മാത്രോ? പക്ഷേ ആര്യനോട് തർക്കിക്കാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നുവെങ്കിലും അയാൾ മെല്ലെ പറഞ്ഞു, സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് കേട്ട ആര്യൻ ഗൗരവത്തോടെ ചോദിച്ചു, എന്താണ്, പറ. ആര്യന്റെ മുഖഭാവം കണ്ട വിജേന്ദ്രനെ പേടി തോന്നിയെങ്കിലും അയാൾ പറഞ്ഞു, ഞാനിതൊന്നും ചെയ്തത് പണത്തിന് വേണ്ടിയല്ല.
സത്യത്തിൽ ഞാൻ എന്റെ കമ്പനിയെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ഇതറിഞ്ഞ അവരെന്നെ ജീവനോടെ വിടില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഈ 3 കോടി മാത്രം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തോട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാം. അപ്പൊ പിന്നെ എന്റെ ജീവിതം സുരക്ഷിതമാണെന്ന് എനിക്ക് വിശ്വസിക്കാം. അയാളുടെ വാക്കുകൾ കേട്ട ആര്യൻ പറഞ്ഞു, ഞാൻ വെറൊരു മണ്ടനാണെന്ന് നീ വിചാരിച്ചോ? ജോലി ചെയ്യുന്ന കമ്പനിയെ ചതിച്ച നിന്നെ ഞാൻ എന്റെ കമ്പനിയിൽ എടുക്കാനോ? കൊള്ളാം. പെട്ടെന്ന് ആര്യന്റെ സ്വരം മാറിയത് കണ്ട് വിജേന്ദ്രൻ പേടിച്ചു. ആര്യൻ തുടർന്നു, ഞാൻ 3 കോടിക്ക് പകരം 30 കോടി തരാം. അതും എടുത്തോണ്ട് ഇവിടുന്ന് പൊയ്ക്കോണം. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാൻ ഇടയുണ്ടാക്കരുത്. ആര്യന്റെ വാക്കുകൾ കേട്ട വിജേന്ദ്രന്റെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. അവൻ പേടിയോടെ വേഗം അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അയാൾ പോയതും ആര്യന്റെ സ്റ്റാഫുകളിൽ ഒരാൾ പറഞ്ഞു, സാർ, ഇയാളെ കൊണ്ട് നല്ല ഉപകാരം ഉണ്ടാവും. കൂടെ നിർത്താമെന്ന് തോന്നുന്നു. അത് കേട്ട ആര്യൻ അയാളെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓഹോ, എങ്കിൽ നിന്നെ കൂടി പിരിച്ചുവിട്ടേക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നോളൂ. അയാൾ പരിഭ്രമത്തോടെ പറഞ്ഞു, വേണ്ട സാർ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ആര്യൻ ദേഷ്യത്തോടെ പറഞ്ഞു, അയാളെ ഞാൻ ജീവനോടെ വിട്ടത് തന്നെ അയാളുടെ ഭാഗ്യം. ഇങ്ങനെ മറ്റുള്ളവരെ ചതിക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവകാശം തന്നെയില്ല. എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയിക്കോളൂ. അവർ പോയതിനു ശേഷം ആര്യൻ വിശ്വനാഥനെ വിളിച്ചു. ഹലോ അങ്കിൾ, എന്തായി കാര്യങ്ങൾ? ആര്യൻ, നീ പറഞ്ഞതുപോലെ സിറ്റി ബാങ്ക് അതിന്റെ എല്ലാ ഫണ്ടുകളും ലോണുകളും പിൻവലിച്ചിട്ടുണ്ട്. അർജുന്റെ കമ്പനിയുടെ ഷെയറുകളെല്ലാം കുത്തനെ വീണു. അവർക്ക് എന്തായാലും ഇനി ലോൺ അടയ്ക്കാനാവില്ല. അവരുടെ ബാക്കിയുള്ള ബിസിനസ് കൂടെ തകരാൻ പോവുകയാണ്. വിശ്വനാഥന്റെ വാക്കുകൾ കേട്ട ആര്യൻ ചോദിച്ചു, അങ്കിൾ, ഈ കളിയിൽ ഇപ്പൊ നമുക്ക് എത്ര നഷ്ടം വന്നു? അത് കേട്ട വിശ്വനാഥൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് എത്രയായാലെന്താ? അർജുന്റെ കമ്പനിയുടെ അസറ്റുകൾ വിറ്റാ തന്നെ അതിന്റെ 10 ഇരട്ടി കിട്ടും. ആര്യൻ അത്ഭുതത്തോടെ ചോദിച്ചു, അതെങ്ങനെ അർജുന്റെ ആസ്തികളിൽ നിന്ന് നമുക്ക് പണം കിട്ടുക? അവർക്ക് ഇപ്പൊ അടയ്ക്കാനുള്ള ലോൺ വളരെ വലുതാണ്. അതിനുവേണ്ടി അവരുടെ എല്ലാ പ്രധാനപ്പെട്ട ആസ്തികളും അവർക്ക് പണയം വെക്കേണ്ടതായി വരും. അങ്ങനെ വെച്ച ലോൺ തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്കതെല്ലാം സീസ് ചെയ്യാൻ പറ്റും. അപ്പോ അവൻ സാമ്പത്തികമായി തകരുക മാത്രമല്ല, അവന്റെ എല്ലാ കമ്പനികളും ഇനി നിന്റെ കയ്യിലായിരിക്കും പിന്നെ വന്നു ചേരുക. ആര്യൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് വിശ്വനാഥനോട് നന്ദി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ശേഷം അവൻ സന്തോഷത്തോടെ ചെയറിലിരുന്ന് കറങ്ങാൻ തുടങ്ങി. എന്നിട്ട് അവൻ സ്വയം പറഞ്ഞു, അവനെ ഒരു ദരിദ്രനാക്കണമെന്ന് മാത്രമായിരുന്നു എന്റെ ആഗ്രഹം. ഇതുപോലെ അവന്റെ കമ്പനികളെല്ലാം എന്റെ കയ്യിലെത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഒരമ്പിൽ 2 കാര്യങ്ങൾ കൊളുത്തിയല്ലോ. ആര്യൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ദൈവമേ, ഞാൻ എന്തായാലും ഒരു നല്ല കാര്യമല്ലേ ചെയ്യാൻ പോകുന്നത്. ഈ ദരിദ്രവാസികളെയൊക്കെ ജയിലിലേക്ക് അയക്കാതിരുന്ന അവര് തെരുവിൽ കിടന്ന് വിശന്ന് ചാവും. ഇതിപ്പോ ഞാൻ കാരണം ജയിലിലുള്ള ഭക്ഷണം കഴിച്ച് അവർക്ക് ജീവിക്കാലോ. അതും പറഞ്ഞ് ആര്യൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അതേസമയം അർജുന്റെ വീട്ടിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അവന്റെ അച്ഛൻ അവന്റെ നേരെ അലറി, നീ എന്തൊക്കെയായി ചെയ്ത് കൂട്ടുന്നത്? ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടു. നമ്മുടെ ഷെയറുകൾ മാർക്കറ്റിൽ വീണോണ്ടിരിക്കുന്നു. നിന്റെ മുഖം കണ്ടിട്ട് ഒരു ഇടി കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ. കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടി ജനിച്ചവൻ. അർജുൻ എല്ലാം കേട്ടു നിന്നു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവന്റെ അച്ഛൻ ദേഷ്യത്തോടെ ഉറക്കെ അലറി, ഇനിയെങ്കിലും എന്താണ് ഉണ്ടായതെന്നൊന്ന് പറയാമോ? നമ്മുടെ പണം, നമ്മുടെ ബിസിനസ് എല്ലാം ഇങ്ങനെ തകരാൻ എന്താ സംഭവിച്ചത്? അർജുന് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. അവൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട അവന്റെ അച്ഛന്റെ ദേഷ്യം കൂടി. ഇഡിയറ്റ്, എന്റെ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്റെ ഇത്ര കാലത്തെ അധ്വാനമെല്ലാം നീ ഒറ്റയടിക്ക് ഇല്ലാതാക്കി. എന്താണ് സിറ്റി ബാങ്കുമായി പ്രശ്നം? എന്തുകൊണ്ടാ അവർ അവസാന നിമിഷം ഇങ്ങനെ ചെയ്തത്? നീ എന്തായാലും ഇപ്പൊ തന്നെ പോയി സിറ്റി ബാങ്കിന്റെ പ്രസിഡന്റ് മിസ്റ്റർ ആര്യനെ ഒന്ന് കാണ്. എന്നിട്ട് എല്ലാം പരിഹരിക്കാൻ നോക്ക്. സിറ്റി ബാങ്കിന്റെ പ്രസിഡന്റ് ആര്യൻ എന്ന് കേട്ടതും അർജുൻ ഞെട്ടിപ്പോയി. ഇത്രയും നേരം അർജുൻ വിചാരിച്ചിരുന്നത്
സിറ്റി ബാങ്കിലെ ഹൈ ഒഫീഷ്യലുകളെ എല്ലാം ആര്യൻ പണം കൊടുത്ത് വാങ്ങിയതാണ് എന്നാണ്. പക്ഷെ സിറ്റി ബാങ്ക് തന്നെ ആര്യന്റെയാണെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അർജുന്റെ കണ്ണിൽ ഇരുട്ട് മൂടാൻ തുടങ്ങി. അവന്റെ അച്ഛൻ തുടർന്നു, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? പോയി ആ ആര്യനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കേ. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, സാർ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചിലര് വന്നിട്ടുണ്ട്. അവർക്ക് സാറിനോട് സംസാരിക്കണമെന്ന്. ഇത് കേട്ട അർജുന്റെ അച്ഛൻ തണുത്തുറഞ്ഞു നിന്നുപോയി. ആര്യന്റെ പ്രതികാരാഗ്നിയിൽ അർജുനും അച്ഛനും വീഴാൻ പോവുകയാണോ? അധ്യായം 29. ആര്യനാണ് സിറ്റി ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന സത്യം അർജുൻ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആര്യനെ കുറിച്ച് അർജുൻ അച്ഛനോട് പറയുന്നതിന് മുൻപ് സെക്യൂരിറ്റി വന്ന് ഇൻകം ടാക്സ് ഓഫീസർമാർ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു. അതുകൂടെ കേട്ടതോടെ അർജുന് ബോധം പോകുന്നത് പോലെ തോന്നി. അർജുന്റെ അച്ഛനും ആകെ അത്ഭുതപ്പെട്ടു നിന്നു. വർഷങ്ങളായി അവരുടെ കമ്പനി ടാക്സ് വെട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ബിസിനസിന്റെ കീഴിൽ അവർ ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ രാഷ്ട്രീയ സ്വാധീനങ്ങളും കോണ്ടാക്റ്റുകളും പണവും ഉപയോഗിച്ച് അവരതെല്ലാം ഒതുക്കി തീർത്തു. അർജുൻ വിയർത്തൊലിച്ച് വിളറി നിൽക്കുകയായിരുന്നു. അച്ഛൻ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു, നീ എന്തിനാ ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ കിടന്ന് വേർക്കുന്നത്? നിന്നെയൊക്കെ മകനെന്ന് വിളിക്കാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു. അതും പറഞ്ഞ അയാൾ ഹോളിലേക്ക് നടന്നു. അപ്പോഴേക്കും ഇൻകം ടാക്സ് ഓഫീസർമാർ പോലീസുകാരുമായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ വന്നതുപോലെ അവർ വീട് മുഴുവൻ തിരയാൻ തുടങ്ങി. അവരുടെ ശരീരഭാഷ കണ്ട അർജുന്റെ അച്ഛന് എന്തോ പന്തികേട് തോന്നി. അയാൾ ഇൻസ്പെക്ടറോട് ചോദിച്ചു, എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു കയറാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ആരാണ് നിങ്ങൾക്ക് അതിന് അനുവാദം തന്നത്? അപ്പോൾ ഒരു പോലീസുകാരൻ മുൻപോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ അശോക്, ഈ വീട് സെർച്ച് ചെയ്യാനും നിങ്ങളെയും മകനെയും അറസ്റ്റ് ചെയ്യാനുമുള്ള വാറന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അർജുന്റെ അച്ഛൻ അശോകിന് ഇത് വിശ്വസിക്കാനായില്ല. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആരും ഇതുപോലെ അയാളുടെ നേരെ ശബ്ദമുയർത്താൻ ധൈര്യപ്പെട്ടിട്ടില്ലായിരുന്നു. അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. അശോക് ചോദിച്ചു, എന്തിനാണ് വാറന്റ്? ഇൻസ്പെക്ടർ പറഞ്ഞു, മിസ്റ്റർ അശോക്, കോടികളുടെ ടാക്സ് വെട്ടിപ്പ് നടത്തുക മാത്രമല്ല, ബിസിനസിന്റെ മറവിൽ നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അഴിമതിയും നിങ്ങളുടെ മേൽ ചാർജ് ചെയ്തിട്ടുണ്ട്. അശോക് അത് എതിർത്തുകൊണ്ട് പറഞ്ഞു, നോ, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് പ്രതിപക്ഷത്തിന്റെ വെറും ആരോപണങ്ങൾ മാത്രമാണ്. അത് കേട്ട ഇൻസ്പെക്ടർ പറഞ്ഞു, നിങ്ങൾ ചെയ്തതും ചെയ്യാത്തതുമെല്ലാം കോടതിയിൽ തെളിയിച്ചാൽ മതി. ഇപ്പോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. നിങ്ങളുടെ എല്ലാ കമ്പനിയിലും ഞങ്ങൾ റെയ്ഡ് നടത്തിക്കഴിഞ്ഞു. ഇവിടം ഇപ്പോൾ ഞങ്ങളുടെ കൺട്രോളിലാണ്. വെറുതെ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് തടസ്സം ഉണ്ടാക്കരുത്. ഏതോ ശക്തരായ ആളുകൾ ഇതിന് പിന്നിലുണ്ടെന്ന് അശോകിന് മനസ്സിലായി. അല്ലെങ്കിൽ ഇത്ര രാഷ്ട്രീയ സ്വാധീനമുള്ള തന്നെ അറസ്റ്റ് ചെയ്യാൻ ആരും തയ്യാറാവില്ല. അയാൾ ഇൻസ്പെക്ടറോട് ചോദിച്ചു, ആരുടെ ഓർഡർ അനുസരിച്ചാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? എന്നാൽ ഇൻസ്പെക്ടർ അയാളുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ള ഓഫീസർമാർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നു. ഇതിനിടയിൽ അശോക് പല നമ്പറുകളിലേക്കും സഹായത്തിനായി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആരും ഫോൺ എടുക്കാതിരിക്കുന്നത് കണ്ട അയാൾ ആകെ ഷോക്കായി. കമ്മീഷണറോ ഹോം മിനിസ്റ്ററോ മുഖ്യമന്ത്രിയോ ആരും ഫോൺ എടുത്തില്ല. അയാൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ ആരും അയാളെ സഹായിക്കാൻ എത്തിയില്ല. അർജുന്റെ മുഖത്ത് പേടി കണ്ടപ്പോൾ കാര്യം കുറച്ച് ഗുരുതരമാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ നേരെ ഓഫീസറുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയുന്നല്ലേ? ഇതൊന്നും എനിക്ക് ഒന്നുമല്ല. നിങ്ങളുടെയൊക്കെ തൊപ്പി തെറിപ്പിക്കാനുള്ള കോണ്ടാക്ട്സ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ടെന്ന് മറക്കണ്ട. അത് കേട്ട ഇൻസ്പെക്ടർ പൊട്ടിച്ചിരിച്ചു. അതെ, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കോണ്ടാക്റ്റുകൾ കാണും. പക്ഷേ അതിലാരും നിങ്ങൾ വിളിച്ചിട്ടിപ്പോ ഫോൺ എടുത്തില്ലല്ലോ. നിങ്ങളുടെ ഒരു സ്വാധീനവും ഇപ്പൊ നിങ്ങളുടെ സഹായത്തിന് വരില്ല. അപ്പോൾ അർജുൻ അച്ഛനോട് പറഞ്ഞു, ഡാഡി, ആരും ഇപ്പൊ നമ്മുടെ സഹായത്തിന് എത്തുമെന്ന് തോന്നുന്നില്ല. ആര്യൻ വളരെ ഹൈ ലെവൽ കണക്ഷൻസ് ഉള്ള ആളാണ്. അശോക് അത്ഭുതത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഏത് ആര്യൻ? ഡാഡി നേരത്തെ പറഞ്ഞ സിറ്റി ബാങ്കിന്റെ പ്രസിഡന്റ് ആര്യൻ തന്നെ. അവൻ എന്റെ കോളേജിലാണ് പഠിക്കുന്നത്.
ഞാനും അവനുമായി ചില പ്രശ്നങ്ങളുണ്ടായി. അവന്റെ പിന്നിൽ ഇത്രയും പവർഫുള്ളായ ആളുകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അവനാണ് ഇതിനെല്ലാം പിന്നിൽ. അർജുൻ പറഞ്ഞത് കേട്ട അശോക് അവന്റെ മുഖത്തടിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പൊ നിന്റെ മണ്ടത്തരം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതല്ലേ? ഒരാളുമായി യുദ്ധത്തിനിറങ്ങുമ്പോ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണമെന്ന് നിനക്കറിയില്ലേ? ആരെ കണ്ടാലും കയറി മേയാൻ പോയിരിക്കും. ഹോ, എന്നെക്കൊണ്ട് ഇനി ഞാൻ എന്തെല്ലാം അനുഭവിക്കണം. അവരച്ഛനും മോനും പരസ്പരം തർക്കിക്കുന്നത് കണ്ട ഇൻസ്പെക്ടർ ഇടയിൽ കയറി പറഞ്ഞു, നിങ്ങളുടെ ഫാമിലി ഡ്രാമ കഴിഞ്ഞെങ്കിൽ നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. കയ്യിലുള്ള ഒരു സ്വാധീനവും വില പോവില്ലെന്ന് കണ്ട അശോക് പിന്നെ പണം ഇറക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരാം. നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ ആളുകളുമായി ഇവിടെ നിന്ന് പോണം. പിന്നെ ഈ കേസ് ഇവിടെ തീരണം. പോലീസ് ഓഫീസർ അശോകിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മിസ്റ്റർ അശോക്, കേവലം 1 കോടി രൂപ തന്ന് എന്നെ സെറ്റിൽ ചെയ്യാമെന്ന് നിങ്ങൾ കരുതിയോ? 1 കോടി രൂപ എന്ന് പറഞ്ഞത് അയാൾക്ക് കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് അശോക് വീണ്ടും പറഞ്ഞു, ഓക്കെ, 5 കോടി രൂപ തരാം. ഇതോടെ എല്ലാം തീരണം. അത് കേട്ട ഇൻസ്പെക്ടർ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അശോക് അസ്വസ്ഥതയോടെ ചോദിച്ചു, ഇതിലെന്താ ഇത്ര തമാശ? എന്നാ നിങ്ങളൊരു വില പറ, അത് എത്രയാണെങ്കിലും ഞാൻ തരും. ഇത്തവണ ഇൻസ്പെക്ടർ അശോകിനെ കത്തുന്ന കണ്ണുകളോട് നോക്കിക്കൊണ്ട് പറഞ്ഞു, 3 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഈ നാണം കെട്ട ചെറുക്കൻ എന്റെ മോനെ ക്രൂരമായി മർദ്ദിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1 വർഷത്തോളം എടുത്തു അവൻ അതിൽ നിന്ന് റിക്കവർ ആവാൻ. അന്ന് പക്ഷേ എനിക്ക് നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ ദൈവമായിട്ട് എന്റെ മുമ്പിൽ ഒരു അവസരം തന്നിരിക്കുകയാണ്. 5 കോടിയല്ല, 50 കോടി തന്നാലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. പട്ടികളെ പോലെ നിങ്ങളെ ഞാൻ ഇവിടെ നിന്നും വലിച്ചഴിച്ചു കൊണ്ടുപോകും. അപ്പോഴാണ് അശോകിന് ആ സംഭവം ഓർമ്മ വന്നത്. അർജുൻ ഒരു ഇൻസ്പെക്ടറുടെ മകനുമായി കൊളുത്തിയിരുന്നു. അന്നത് സെറ്റിൽ ചെയ്യാൻ ഒരുപാട് പണം ചെലവായിട്ടുണ്ട്. അതൊന്നും ഇതുപോലെ തിരിച്ചു വരുമെന്ന് അയാൾ ഒരിക്കലും ചിന്തിച്ചില്ല. അശോകിന് അർജുന്റെ മുഖം അടിച്ച് പൊട്ടിക്കാൻ തോന്നി. ഇൻസ്പെക്ടർ മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തു, അച്ഛനെയും മകനെയും കയ്യാമം വെച്ച് ജീപ്പിലേക്ക് കയറ്റ്. ചുറ്റുമുള്ള എല്ലാവരും ആ രംഗം കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇൻസ്പെക്ടർ പോലീസ് ജീപ്പുകൾ അകത്തേക്ക് കയറ്റാതെ മുമ്പേ തന്നെ റോഡിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. അയാൾ അവർ 2 പേരെയും തെരുവിലൂടെ വലിച്ചഴിച്ച് ജീപ്പിൽ കയറ്റി. എന്നിട്ട് തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെ അവരെ കൊണ്ടുപോയി. അപ്പോൾ വീടിന് കുറച്ചു മാറി രാഹുൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആര്യന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് അവന് ശരിക്കും മനസ്സിലായി. അപ്പോൾ ആര്യന്റെ ഫിനാൻഷ്യൽ ഹെഡ് അവനെ വിളിച്ചു പറഞ്ഞു, സർ, അർജുനെയും അവന്റെ അച്ഛനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തെളിവുകൾ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എന്തായാലും അവർ ജയിലിൽ പോകും. ഇനി എത്ര വലിയ വക്കീലിനെ കൊണ്ടുവന്നിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ആര്യൻ ചോദിച്ചു, അവർക്ക് രാഷ്ട്രീയത്തിൽ നല്ല കണക്ഷൻ ഉള്ളതാണല്ലോ. ആളുകളെ വിലക്കെടുക്കാനുള്ള പണം ഇപ്പോഴും അവരുടെ കയ്യിൽ ഉണ്ടാവില്ലേ? അതിനവരുടെ എല്ലാ സ്വത്തുവകകളും നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനിയൊന്നും അവർക്ക് ബാക്കി കാണില്ല. പണമില്ലെങ്കിൽ അവരുടെ സ്വാധീനം കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. എല്ലാം ഒരിക്കൽ തിരിച്ചടിക്കും. അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം. എന്തായാലും സാറിന്റെ ഈ സമൂഹത്തിലെ പൊസിഷൻ ഇപ്പൊ രഹസ്യമല്ല. അതുകൊണ്ട് തന്നെ സാറിനെതിരെ തിരിയാൻ ആരും ധൈര്യപ്പെടില്ല. അയാൾ പറഞ്ഞത് കേട്ട് ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി. എന്തായാലും അർജുനും അവന്റെ അച്ഛനും ഒരു കാരണവശാലും ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. എന്താണ് ബാക്കിയുള്ളത് അതെല്ലാം നശിപ്പിച്ചേക്ക്. അതും പറഞ്ഞ് ആര്യൻ ഫോൺ എടുത്ത് ഒരാളെ വിളിച്ചു. ഞാൻ തിരികെ ഹോസ്റ്റലിലേക്ക് പോവാണ്. കാര്യങ്ങളെല്ലാം നീ ഹാൻഡിൽ ചെയ്യണം. അതും പറഞ്ഞ് ആര്യൻ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. റിസോർട്ട് ഇപ്പോൾ പുറത്തുള്ളവർക്കും തുറന്നു കൊടുത്തിട്ടുണ്ട്. ആര്യൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ലോബിയിൽ ജാനിയുടെ ഫ്രണ്ട് പൂജ നിൽക്കുന്നത് കണ്ടു. അവളുടെ മുഖത്ത് എന്തോ പരിഭ്രമം ഉണ്ടായിരുന്നു. അവൾ ജാൻവിയുടെ ക്ലോസ് ഫ്രണ്ടാണ് എന്നതിനപ്പുറത്ത് അവളെക്കുറിച്ച് കാര്യമായി ആര്യനൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ നീരവൻ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവിടെ എന്തോ പ്രശ്നം നടക്കുകയാണ് എന്ന് ആര്യൻ തോന്നി. പൂജയുടെ മുഖത്ത് നല്ല പേടിയുണ്ടായിരുന്നു. അവളുടെ പിന്നിൽ ഒരു മധ്യവയസ്കനായ ആളുണ്ട്. അയാൾ അവളുടെ പുറകിൽ നിന്നും ഷൗട്ട് ചെയ്യുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഓടിപ്പോകുന്നത്? ഞാൻ നിനക്ക് തന്ന സ്പോൺസർഷിപ്പ് ഓഫറിനെ കുറിച്ച്
നന്നായി ഒന്ന് ആലോചിക്കേ. പൂജ അയാളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, സാർ, ഞങ്ങളുടെ കോളേജ് ഇവന്റ് സാർ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞത് നല്ല കാര്യം തന്നെ. പക്ഷേ അതിന് സാറ് പകരം ചോദിച്ച കാര്യം ഒരിക്കലും നടക്കില്ല. അപ്പോൾ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു, ഒരാളും സ്പോൺസർഷിപ്പിന് ഇത്രയും പണമൊന്നും നൽകില്ല. 10 ലക്ഷം ഒന്നും എനിക്കൊന്നുമല്ല. പക്ഷേ നീ എന്റെ കൂടെ ഒരു രാത്രി ഉറങ്ങണം, അതാണ് എന്റെ കണ്ടീഷൻ. അയാൾ ഒരു നാണവുമില്ലാതെ പറഞ്ഞു. എന്നാൽ പൂജ ഉറച്ച നിലപാടോടെ പറഞ്ഞു, സോറി സാർ, അതൊരിക്കലും നടക്കില്ല. അങ്ങനെയെങ്കിൽ ആ സ്പോൺസർഷിപ്പ് സാർ അവിടെ തന്നെ വെച്ചാൽ മതി, അതെനിക്ക് വേണ്ട. അത് കേട്ട അയാൾ മുൻപോട്ട് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇതിന്റെ ഇരട്ടി തുക തരാം. ആര്യൻ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ അടുത്തു തന്നെ ഉണ്ടായിരുന്നുവെന്ന് പൂജ അറിഞ്ഞില്ല. അയാൾ അവളുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചതും അവൻ വേഗം വന്ന് അയാളെ പിടിച്ചു മാറ്റി അയാളുടെ മുഖത്ത് ശക്തിയായി അടിച്ചു. അയാൾ ഉറക്കെ അലറി, എന്നെ തല്ല നീ ആരാ? ആര്യൻ അയാളുടെ നേരെ ചെന്നു. നീ എന്തിനാ ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ചത്? ആര്യന്റെ ഭാവം കണ്ട് പേടിച്ചെങ്കിലും അയാൾ ചോദിച്ചു, നീ ആരാ ഇതിൽ ഇടപെടാൻ? ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. അയാൾ വീണ്ടും പൂജയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ ഇനിയും പണം തരാം, 30 ലക്ഷം രൂപ. ആ പണം കൊണ്ട് എനിക്ക് നിന്നെ പോലെ 30 പെൺകുട്ടികളെ വാങ്ങാം. എന്നിട്ട് ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ്. അയാളുടെ കണ്ണിൽ കാമം കത്തി നിന്നു. അയാൾ പൂജയുടെ സൗന്ദര്യത്തിൽ വീണുപോയിരുന്നു. ഇത്തവണ ആര്യൻ അയാളുടെ വയറ്റിൽ ചവിട്ടിക്കൊണ്ട് പറഞ്ഞു, നിനക്കെന്താ ചെവി കേക്കില്ലേ? നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, ഇനിയും ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. അപ്പോഴേക്കും അയാൾക്ക് ആര്യനെ പേടി തോന്നിയിരുന്നു. എന്നിട്ടും അയാൾ പിന്മാറാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അയാൾ ആര്യന്റെ നേരെ കൈ ഉയർത്തി. പക്ഷെ അപ്പോഴേക്കും ചുറ്റിലും സെക്യൂരിറ്റി ഗാർഡുകൾ നിറഞ്ഞു. കുറച്ച് സമയങ്ങൾക്കകം ആ മനുഷ്യൻ വേദന കൊണ്ട് നിലത്തേക്ക് വീണു. എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാനുള്ള സമയം അയാൾക്ക് കിട്ടിയില്ല. അയാൾ തേങ്ങിക്കരയാൻ തുടങ്ങി. ഞാൻ ഈ പെൺകുട്ടിയോട് വെറുതെ സംസാരിച്ചല്ലേ ഉള്ളൂ, അതിന് നീ എന്തിനാ എന്നെ ഇങ്ങനെ അടിക്കുന്നത്? ആര്യൻ അവന്റെ സെക്യൂരിറ്റികൾക്ക് നിർദ്ദേശം കൊടുത്തു, ഇയാളെ ഇവിടെ നിന്ന് വലിച്ചെറിഞ്ഞേക്ക്, ഇനി ഒരിക്കലും ഇയാൾ ഈ റിസോർട്ട് കാണരുത്. ശേഷം അവൻ പൂജയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു, നീ എന്തിനാ സ്പോൺസർഷിപ്പിന് വേണ്ടി ഇതുപോലുള്ള ആളുകളുടെ അടുത്തേക്ക് പോയത്? നിനക്ക് എന്ത് സ്പോൺസർഷിപ്പാണ് വേണ്ടത്? ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന പൂജയുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകാൻ തുടങ്ങി. അവൾ പേടികൊണ്ട് വിറച്ചു. അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ആര്യൻ പറഞ്ഞു, പറ, എന്ത് സ്പോൺസർഷിപ്പാണ് നിനക്ക് വേണ്ടത്? അപ്പോൾ പൂജ ആര്യനോട് ചോദിച്ചു, നിന്റെ ആളുകൾ ഇയാളെ കൊല്ലാൻ പോവുകയാണോ? അവളുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ആര്യന് അത്ഭുതം തോന്നി. ഇത്രയൊക്കെ ആയിട്ടും അയാളെ കുറിച്ചാണ് ഇവളുടെ ടെൻഷൻ. അവൻ പറഞ്ഞു, അവരയാളെ ഒന്ന് തല്ലിയിട്ട് പറഞ്ഞേക്കും, നീ അത് വിട്. പറ, എന്ത് സ്പോൺസർഷിപ്പാണ് നിനക്ക് വേണ്ടത്? അപ്പോൾ പൂജ മെല്ലെ പറഞ്ഞു, ഞങ്ങൾ തെക്കൻ കാടുകളിൽ ഒരു 3 ദിവസത്തെ പരിസ്ഥിതി ബോധവൽക്കരണ ക്യാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പരിസ്ഥിതിയെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ക്യാമ്പിന്റെ ഉദ്ദേശം. ഞങ്ങൾ ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ട പണം ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സ്പോൺസറെ അന്വേഷിച്ചു. ഇയാളുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോ ഇയാള് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഫോണിൽ ഇയാള് വളരെ മാന്യമായാണ് സംസാരിച്ചിരുന്നത്. ഇത് കേട്ട ആര്യൻ അവളെ നോക്കി പറഞ്ഞു, നീ ഒരു വിഡ്ഢി തന്നെയാണ്. ഇതുപോലുള്ള ആളുകളെ ഒരിക്കലും ഒറ്റയ്ക്ക് മീറ്റ് ചെയ്യാൻ പോകരുത്. നിനക്ക് എത്രയാണ് പണം വേണ്ടത്? പൂജ മറുപടി കൊടുത്തു, ഇയാള് 10 ലക്ഷം തരാം എന്നാണ് പറഞ്ഞിരുന്നത്. ഒരു 5 ലക്ഷം ഞാൻ വേറെ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കാം എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ആര്യൻ പറഞ്ഞു, ഞാൻ സ്പോൺസർ ചെയ്യാം. ക്യാമ്പിന് വേണ്ട യാത്രാ ചെലവുകൾ, ഭക്ഷണം, മറ്റ് ആക്ടിവിറ്റികൾ എല്ലാറ്റിനുമുള്ള പണം ഞാൻ തരാം. പൂജ ഞെട്ടിപ്പോയി. അവൾ പറഞ്ഞു, ഇത്രയും തുക? അതൊന്നും നീ അറിയണ്ട.
ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് തന്നെ ചെയ്യണം. ഈ ഇവന്റ് വലിയൊരു വിജയമാവണം. പണം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് അടുത്ത ഇവന്റിന് എടുക്കാം. അതും പറഞ്ഞ് ആര്യൻ റിസോർട്ടിന്റെ മാനേജറെ വിളിച്ചു. കുറച്ച് സമയത്തിനകം അയാൾ അങ്ങോട്ടേക്ക് എത്തി. ആര്യൻ അയാൾക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അയാൾ പൂജയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, മാം, ഇവന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഒരു പേപ്പറിൽ എഴുതി തരുമോ? ഞാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വഴി എല്ലാം സാങ്ഷൻ ആക്കി തരാം. ഞങ്ങളുടെ റിസോർട്ടായിരിക്കും നിങ്ങളുടെ മുഴുവൻ പരിപാടിയും സ്പോൺസർ ചെയ്യുന്നത്. പൂജയ്ക്ക് സന്തോഷം അടക്കാനായില്ല. അവൾ ആര്യനെ നോക്കി പറഞ്ഞു, ആര്യൻ, വളരെ വലിയൊരു സഹായമാണ് നീ ചെയ്തത്. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ആര്യൻ മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ഫ്രണ്ട്സിനിടയിൽ ഇങ്ങനത്തെ ഫോർമാലിറ്റികളുടെ ഒന്നും ആവശ്യമില്ല. ഇനിയും ഇതുപോലത്തെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോ ആദ്യം എന്നെ അറിയിക്കണം. പൂജ തലകുലുക്കി സമ്മതിച്ചു. അപ്പോൾ ആര്യൻ പറഞ്ഞു, ഞാൻ കോളേജിലേക്കാ പോകുന്നത്. എന്റെ കൂടെ പോര്, ഞാൻ ഹോസ്റ്റലിൽ ഇറക്കി തരാം. ആര്യൻ ചുറ്റും എല്ലാം വളരെ നന്നായി തന്നെ പോകുന്നത് പോലെ തോന്നുന്നെങ്കിലും ചിലത് അപ്പോഴും പൂർണ്ണമായിരുന്നില്ല. അപ്പോൾ വിശ്വനാഥന് ഒരു ഫോൺ കോൾ വന്നു. ആ കോൾ എടുത്തതും അയാളുടെ നെറ്റിയിൽ നിന്നും വിയർപ്പൊഴുകാൻ തുടങ്ങി. എന്തായിരിക്കും ആ ഫോൺ കോളിൽ പറഞ്ഞിട്ടുണ്ടാവുക? ആരാണ് വിളിച്ചത്?